അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി മിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഈ പരിപാടിയുടെ സംഘാടകർ, ഞാൻ വലിയൊരു വിഷയമാണ് പറയേണ്ടത്. ബന്ധങ്ങളുടെ മനഃശാസ്ത്രം. ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം, കുടുംബങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. 2016 പടിവാതിലിൽ നമ്മൾ പടിവാതിൽ കടന്നു നിൽക്കണം. 2016. ഞാൻ ഈ അടുത്ത് വാട്സപ്പിൽ മഞ്ചേരിയുടെ ഒരു പഴയ ചിത്രം എനിക്ക് കിട്ടി. 1960കളിലുള്ള മഞ്ചേരിയുടെ ചിത്രം. ഒന്നുമില്ല, കുറച്ച് ഓടിട്ട ബിൽഡിങ്ങുകളും ചെറിയൊരു അങ്ങാടി. 2016 എത്തി നിൽക്കുമ്പോൾ മഞ്ചേരി വികസിച്ചു. ഇവിടെ മെഡിക്കൽ കോളേജായി. വീടുകളുടെ ഒന്നും അവസ്ഥ പറയാതിരിക്കാൻ നല്ലത്. വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകൾ, 2500 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീടുകൾ കുടിലുകളായി അറിയപ്പെടുന്ന കാലം. എല്ലാവരും വലിയ വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുക. ആലോചിച്ച് നോക്ക്. മാർബിള്, ഗ്രാനൈറ്റ്, ഏറ്റവും കൂടുതൽ വലിയ ഷോപ്പുകൾ ഈ മഞ്ചേരിയിൽ ഉണ്ടാവുക വീടുണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പായിരിക്കും. ഒരു മനുഷ്യൻ പ്രാഥമിക കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാത്റൂമിൽ ഫിറ്റ് ചെയ്യുന്ന ക്ലോസറ്റുകൾക്ക് 10,000 വില പിടിപ്പിച്ചുള്ള നാടാണ് നമ്മുടെ. എല്ലാം കൂടി, സൗകര്യങ്ങൾ കൂടി, ആളുകൾക്ക് എല്ലാവരുടെ കയ്യിൽ കാറുകൊണ്ട് നടക്കാൻ വയ്യ. ഡൽഹിയിൽ ഒറ്റ നമ്പറുള്ള കാറ് ഒരു ദിവസം, 2 നമ്പറുള്ള കാറ്, ഇരട്ട നമ്പറുള്ള കാറ് വേറൊരു ദിവസമാക്കി മാറ്റി. ഇനിയിപ്പം ഡൽഹിയിൽ എന്താ സംഭവിക്കാൻ തരുമോ? എല്ലാവരും 2 കാറ് വന്നു. ഒരൊറ്റ നമ്പറുള്ള കാറും ഒരൊറ്റ നമ്പറുള്ള കാറും. എല്ലാ സംഭവമുണ്ട്. നമ്മുടെ റോഡുകൾക്ക് താങ്ങാൻ കഴിയാവുന്നതിലപ്പുറം കാറുകൾ, ഇന്നോവയെ പോലെയുള്ള വിലപിടിപ്പുള്ള കാറുകൾ, കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഇട്ടുമാറാൻ ഡ്രസ്സ്, സൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്നു. പ്രിയമുള്ളവര്, നമ്മുടെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താ? നമ്മൾ ചിന്തിച്ചു നോക്ക്. ഇതൊന്നുമില്ലാത്തൊരു കാലം, കിലോമീറ്ററുകളോളം നടന്ന് വയലും പറമ്പും ഒക്കെ താണ്ടി കുന്നും മലയും കയറിയിറങ്ങി കുടുംബ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. പണ്ടത്തെ ഉമ്മാമ്മമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ പറഞ്ഞുതരും, പെരുന്നാളിന് ഭയങ്കര രസമായിരുന്നു. അപ്പുറത്ത് കൂടെ പോയിട്ട് നടന്ന് കുഴങ്ങി അവിടെ ഒക്കെ കയറിയിട്ട് നമ്മൾ തിരിച്ചു വരുമായിരുന്നു. ഇപ്പോഴോ നമ്മുടെ പോർച്ചിൽ കാറുണ്ട്, ഓടിക്കാൻ നമുക്കറിയാം, സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ബന്ധങ്ങൾ പുതുക്കുന്നതും എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടുന്ന ഒരു കുടുംബ സംഗമത്തിൽ ഒതുങ്ങിപ്പോയി. കുടുംബ സംഗമത്തിന് വരിക, തിരക്കടിച്ചിട്ട് ഒരു കുറെ ആൾക്കാർ പ്രസംഗിച്ച് കണ്ട് എല്ലാരെയും കണ്ട് പോയി. മരിച്ചാൽ ആൾക്കാരെ കാണുമോ? കല്യാണത്തിന് കാണുമോ? കല്യാണത്തിനൊന്നും വിളിച്ചാൽ കുട്ടികൾ വരൂല. കുട്ടികൾക്ക് കല്യാണമൊന്നും താല്പര്യമില്ല. നമ്മുടെ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നു ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ. ഇവിടുന്നാണ് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച് 2016 IT യുഗത്തിലെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും 3G 4G ആയി മാറുന്ന ഈ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ബന്ധങ്ങളെ കുറിച്ചാണ്. എവിടെ എത്തി നമ്മുടെ ബന്ധങ്ങൾ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അടുക്കളയിൽ ചോറുണ്ടാക്കിയിട്ട് ഉമ്മ തന്റെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ചോറ് റെഡി എന്ന് വാട്സപ്പിലെ ഗ്രൂപ്പിലിടുക. ബാപ്പിയും ഉമ്മയും മക്കളും ചേർന്ന ഒരു ഗ്രൂപ്പ്. ഉമ്മക്ക് പണിയതാ, ചോറ് റെഡി. അപ്പൊ മക്കളൊക്കെ കണ്ട കുറെ ചിഹ്നുണ്ട്, അവിടെ സുഖ നേരല്ലേ, മക്കളൊക്കെ റെഡി റെഡി, ഭർത്താവും മക്കളും ചോറും നമ്മൾ. ഇതാണോ കുടുംബം? നമ്മൾ കെട്ടി ഉയർത്തിയ വലിയ വീടിന്റെ അവസ്ഥ ഞാൻ പറയുന്നത്. ഇതാ കുടുംബം. ആരോരും നോക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, വൃദ്ധർ. നിങ്ങൾ ആലോചിച്ചൊക്കെ, വൃദ്ധന്മാരെ കഥയൊക്കെ തനി അബദ്ധ. മോനോട് പറയാം, മോനെ ഇത്തിരി മിനിസം കുറവുള്ള സാധനം നീ എന്റെ റൂമിലിട്ടോ. മോൻ പറയാം അതൊക്കെ മോശമാണ്, കംപ്ലീറ്റ് മിനിസ. വയസ്സന്മാർക്ക് നടക്കാൻ പേടിയ, ഒരു തുള്ളി വെള്ളമായ മലർന്നടിച്ച് വീഴും. നമ്മളെപ്പോലെ ആരോഗ്യമില്ലല്ലോ അല്ലേ? എന്ത് രസം നമ്മുടെ ജീവിതത്തിന്, എന്തൊരു പളപളപ്പ്. ബന്ധങ്ങളോ പ്രിയപ്പെട്ടവരെ, ആർക്കും ആരെയും നോക്കാനും തിരിഞ്ഞു നോക്കാനും സമയമില്ലാത്ത ഈ ലോകത്ത്
ഞാനും നിങ്ങളും ചിന്തിക്കണം, എവിടെയാ നമ്മുടെ ബന്ധങ്ങളുള്ളത്. ഞാൻ ഇങ്ങനെ പരത്തി പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ത്? നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? അണുകുടുംബം, മത്സരം, ജീവിത തിരക്ക്, പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്ന. കണ്ണൂര് ഭാഗത്ത് നിന്ന് ഒരു സ്ത്രീ എന്നെ വിളിച്ചു. നിങ്ങളറിയണം, ഒരു സ്ത്രീ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, സാറിനൊന്ന് കാണണം, ഒരു കൗൺസിലിംഗ് ആവശ്യത്തിനാണ്. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, കുറെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, കൂടെ ആരുണ്ടാവും? കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഞാൻ വരാം. ഞാൻ ആ പെണ്ണിന് ഒരു സമയം കൊടുത്തു. പക്ഷെ ആ പെണ്ണ് ആ സമയത്ത് വന്നില്ല, എന്നെ വിളിച്ചതുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഈ സ്ത്രീ വീണ്ടും എന്നെ വിളിച്ചു. വീണ്ടും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ അന്ന് വരാൻ കഴിഞ്ഞില്ല, അന്ന് ചില പ്രശ്നങ്ങളുണ്ടായി, എനിക്കൊരു സമയം കൂടി തരണം. വീണ്ടും ഞാൻ സമയം കൊടുത്തു, അവർ വന്നില്ല. രണ്ടാമതും പറ്റിച്ചു. പിന്നെ ആ സ്ത്രീ എന്നെ വിളിച്ചില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ എവിടെയാണുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിതാ കോളേജിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ എന്നോട് വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനി വിളിച്ചിട്ടൊരു സമയം വാങ്ങാൻ മടിയായതുകൊണ്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അവിടെ ഉണ്ടാവൂ? ഞാൻ പറഞ്ഞു, ശരി, ഞാൻ അവിടെ നിൽക്കാം. ഈ സ്ത്രീ വന്നു. ഞാൻ കൗൺസിലിംഗ് നടത്തുന്ന എന്റെ റൂമിലേക്ക് ഒരു കോണി കയറാണ്ട്, കോണിയൊക്കെ വലിഞ്ഞു കയറി ഈ സ്ത്രീ വന്നു. നോക്കിയപ്പോ 70 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള ഒരു ഉമ്മ, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഉമ്മ. ആലോചിച്ചു. ശബ്ദം കേട്ടപ്പോൾ ഞാൻ അത്ര വയസ്സായി എന്ന് കരുതിയില്ല. അങ്ങനെയാണെങ്കിൽ താഴേക്കൊക്കെ ഇറങ്ങായിരുന്നു. ഇത് കയറി വന്നത് സ്വന്തം ഒരു കാറിലാണ്. കാറിനൊരു ഡ്രൈവറുണ്ട്. അത്രയ്ക്ക് ജീവിത സൗകര്യമുള്ള ഒരു ഉമ്മ. ആലോചിച്ച് നോക്ക്. ഭർത്താവിന് വലിയ ജോലിയാണ്, തിരക്കാണ്, 3 മക്കൾ. 3 മക്കളെയും നല്ല നിലക്ക് കെട്ടിച്ചയച്ചു. ഒരു മകനുണ്ട്, മകനുണ്ട്. ആ മകൻ ബിസിനസ്സുകാരനാണ്, ഭയങ്കര തിരക്കാണ്. ഈ പെണ്ണ് എന്റെ മുമ്പിൽ വന്നിരുന്നു, സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും ഈ പെണ്ണ് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചത് മുഴുവൻ ആ പെണ്ണിന്റെ കഥയാണ്. 16-ാമത്തെ വയസ്സിൽ 14-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് മുതൽ ഈ സ്ത്രീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏകാന്തതയും, തിരിഞ്ഞു നോക്കാൻ പോലും മക്കൾക്ക് സമയമില്ലായ്മയും, തന്നെ മൈൻഡ് ചെയ്യാൻ ആരുമില്ല, ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറിന് പുറത്ത് ഈ സ്ത്രീ എന്നോട് സംസാരിച്ചു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പെണ്ണ് എണീറ്റിട്ട് എന്നോട് പറയണേ, ഇപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നു, സാറിന്റെ കൗൺസിലിംഗ് ഒക്കെ വളരെ നന്നായിരുന്നു. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാൻ എന്ത് കൗൺസിലിംഗാണ് നടത്തി? ഈ സ്ത്രീ വന്ന് എന്നോട് മുഴുവൻ സംസാരിച്ചിട്ട് ഞാൻ ആകെ നടത്തിയ കൗൺസിലിംഗ് എന്താ? എന്നിട്ട് തന്നെ ഇതെന്റെ കൗൺസിലിംഗ്. ഈ സ്ത്രീ പറയുന്നത് 1.25 മണിക്കൂർ ഞാൻ കേട്ടു. എന്റെ മേശപ്പുറത്ത് കുഴപ്പമില്ലാത്തൊരു സംഖ്യയും വെച്ച് ആ സ്ത്രീ പറഞ്ഞു, സാറേ നന്ദിയുണ്ട്, ജസാക്കല്ലാഹു ഖൈർ. എനിക്ക് എത്ര ആശ്വാസമായി എന്നറിയും. ഈ സ്ത്രീ ആ പടിയിറങ്ങിപ്പോയി. ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുക, ഇതെന്ത് കൗൺസിലിംഗ് കൊടുത്തത്? ഈ പെണ്ണിന് എന്താ പ്രിയപ്പെട്ടവരെ വേണ്ടത്? എന്താ വേണ്ടത്? ബംഗ്ലാവ് പോലെ കെട്ടിപ്പൊക്കിയ വീടിന് മുകളിൽ വില കൂടിയ ചൈനീസ് ഓട് വിരിച്ച് വീടിന്റെ വലിയ കഥയും പറഞ്ഞിരിക്കുന്ന നമുക്ക് ഈ ഉമ്മാക്ക് വേണ്ടത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ചും ആ അണുകുടുംബമായതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ പെണ്ണുങ്ങൾക്കൊക്കെ ഇഷ്ടം എന്താണെന്നറിയോ? ഫ്ലാറ്റാ. അതാകുമ്പോ മുറ്റടിക്കാറില്ല. ഫ്ലാറ്റിന് മുറ്റില്ലല്ലോ. താഴത്തേക്ക് വെക്കിയാൽ ആകാശല്ലേ, ആകാശത്ത് ഇങ്ങനെ ജീവിക്കുക. മുറ്റടിക്കാറില്ല, പ്രശ്നമില്ല, പുറത്തേക്ക് ഇറങ്ങണ്ട. പുതിയാപ്പിളിയും മക്കളും പിന്നെ ഒരു തട്ടാനും ഒരു ഫ്ലാറ്റും, എന്ത് ഈസിയാന്നറിയും. ഭയങ്കര രസമാണ്. ഇപ്പൊ എല്ലാവരും എങ്ങനെയാ? പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ അങ്ങനെയാ. പണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന കുറച്ച് നിരച്ചു പോയ ആൾക്കാരൊക്കെ ആലോചിച്ച് നോക്ക്. പണ്ട് ഒരു കല്യാണം നോക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് പറയാൻ എന്താണെന്നറിയോ? ആല കുടുംബ, എത്ര തെങ്ങ്, പൊരന്റെ മുറ്റത്ത് തന്നെ ഒരു ആല, 3-4 പശു. ഇന്ന് നിങ്ങൾ പെണ്ണ് കാണാൻ പോയിട്ട് ചെക്കന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്, വീട്ടില് ഓന്റെ വീട്ടിലൊരാളുണ്ടെന്ന്. ആ പെണ്ണ് പറയും, ഓഞ്ഞി കളക്ടറാണെങ്കിൽ എനിക്ക് വേണ്ട. എന്നിട്ട് വേണം അവിടെ പോയിട്ട് ആളെന്നാക്കുക, ചാണം വാരിയ, എന്നെ കിട്ടൂല. ഫ്ലാറ്റിലുള്ള പുതിയാപ്പളുണ്ടോ? ഞാൻ റെഡിയാ. ഓഞ്ഞി കറുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, പണിയില്ലെങ്കിലും വേണ്ടില്ല, ഫ്ലാറ്റ് ഉണ്ടായാൽ മതി. നമ്മുടെ പെണ്ണുങ്ങളെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ജീവിതത്തിലെ കാഴ്ചപ്പാട് മാറി. കുടുംബം അണുകുടുംബത്തിലേക്ക് ചുരുങ്ങിപ്പോയി. ആർക്കും സമയമില്ല. മക്കൾക്ക് സമയമുണ്ടോ?
നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മളെ മക്കൾക്ക് സമയം ഉണ്ടാവും ഇല്ല? മക്കളൊക്കെ എവിടെ പഠിക്കുന്നത്? ഇഷ്ടംപോലെ ഗവൺമെന്റ് സ്കൂളും എയ്ഡഡ് സ്കൂളുള്ള നമ്മുടെ നാട്ടില് നമ്മുടെ മക്കൾ എവിടെ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. എന്നിട്ടോ രാവിലെ അങ്ങോട്ട് പോകും, വൈകുന്നേരം വന്നാൽ ട്യൂഷൻ, രാത്രി വന്നാൽ ഹോംവർക്ക്, കിടന്നുറങ്ങി. രാവിലെ സ്കൂള്, ട്യൂഷൻ, ഹോംവർക്ക്, കിടന്നുറങ്ങി. ഇതിനിടയ്ക്ക് ഉമ്മനെ കാണുമോ, പാപ്പനെ കാണുമോ? ഇല്ലേ? എന്നിട്ട് ഈ കുട്ടീനെ 10-18 വയസ്സായി കഴിഞ്ഞാൽ കെട്ടിച്ച് വിടും. ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുട്ടിക്ക് പോരും. പിന്നെയും കൗൺസിലിംഗ്, പിന്നെ മുഴുവൻ കൗൺസിലിംഗാണ്. ഏറ്റവും സ്കോപ്പുള്ള പണി ഏതാണ് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, കൗൺസിലിംഗ് ആണ്. ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ മുഴുവൻ മാറിപ്പോയി, അണുകുടുംബത്തിലേക്ക് മാറ്റപ്പെട്ടു. പിന്നെ മത്സരല്ലേ, ഭയങ്കര മത്സരം. ജീവിതത്തിലെ തിരക്കുകൾ, പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി അടുത്തത് എന്താ? സ്വാർത്ഥത. എന്തൊരു സ്വാർത്ഥത! 4-5 പെണ്ണുങ്ങൾ ഒരു വീട്ടിനകത്ത് സുന്ദരമായി ഒരു അടുക്കള പങ്കിട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്, ഇല്ലേ? ഇന്ന് അടുക്കള പോയി നോക്കിയാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുക്കള പോയി നോക്കിയാ അടുക്കള കമ്പ്യൂട്ടർ റൂം വരിക, കുറെ പ്ലഗ് ഉണ്ടാവും, ഈസി കുക്ക് കുത്താൻ. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നിങ്ങൾ നോക്ക് എന്തൊക്കെ പ്രശ്നം കുടുംബത്തിന്. ആ ലിസ്റ്റ് കാണുന്നത് ആ കുടുംബത്തിലെ പ്രധാന പ്രശ്നം. മക്കളൊക്കെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന ഒരു പറയാ, ഉമ്മ ഭയങ്കര ചൂടാ, ബാപ്പ ചൂടാ, തിരക്കൊണ്ട് കിട്ട് ചൂട് കൂടുകയാണ്. കൗൺസിലിങ്ങിന് വരുന്ന മുഴുവൻ മക്കളും പറയാം പ്രേമം. അല്ല, പ്രേമത്തിനായാലും പറയാക്കല്ലേ, ഇപ്പൊ സ്കൂളിൽ അതേ ഉള്ളൂ, സിലബസിന്റെ ഭാഗ. ആലോചിക്ക്, എന്തിനാ കുട്ടി പ്രേമിക്കുന്നത്? എന്തോ കുട്ടിക്ക് കിട്ടില്ല. അതെന്താ കിട്ടാത്ത? ഉമ്മന്റെ ദേഷ്യം. ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരു ദേഷ്യം. ഒരാൾ എന്റെ അടുത്ത് വരിക കൗൺസിലിങ്ങിന്, ഒരാള് ഒരു താടിയൊക്കെ നരച്ചിട്ടുണ്ട്, അയാൾ ഭാര്യനെയും കൊണ്ട് വരിക, കാറൊക്കെ എടുത്ത് വന്ന് അവിടെ നിർത്തി അകത്തേക്ക് കയറി രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന് അയാൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഈ ഒന്ന് പുറത്തിരിക്കും. ഭാര്യ പുറത്ത് കണ്ടുപോയി. ഇയാൾ എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ കൗൺസിലിംഗ് ഒന്നും നടത്തണ്ട, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു, എന്തേ പറ്റി? നിങ്ങൾ എന്റെ ഭാര്യനോട് പറയണം ഞാൻ ദേഷ്യം പിടിക്കുമ്പോ ഒന്നും ഉണ്ടാവാൻ. ഇയാൾ കൗൺസിലിംഗ് ഒന്നും അതിനാ. ഞാൻ ചോദിച്ചോ, ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കണ്ട് പറഞ്ഞാൽ പോരെ? ഞാൻ കഴിഞ്ഞ 10-20 കൊല്ലായിട്ട് പറയുന്നു. അയാൾ എന്നോട് പറയാണ്, ഞാനൊരു കല്ലുവെട്ടിക്കുഴിയിലെ സൂപ്പർവൈസറാ, ചെങ്കല്ല് വെട്ടലാ പണി, ഫുള്ള് ടെൻഷനാ. ലോഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ലോഡ് കൊടുക്കാൻ കഴിയില്ല. അവിടുന്ന് വിളിച്ച് അത് തെറി, ഇവിടെ തെറി, അപ്പോഴേക്ക് മെഷീൻ കേടാവും. ആസാമിൽ പണിക്കുന്നില്ലെങ്കിൽ ഓരോ ഇന്ത്യയിൽ തെറി വിളിക്കണം, ഇയാൾ ഹിന്ദി പഠിക്കണം, എന്തൊക്കെ ടെൻഷൻ. ഇതിന്റെ ഇടയ്ക്ക് ഇയാൾ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാര്യയോടൊന്ന് ദേഷ്യം പിടിച്ചാൽ ഈ ഭാര്യ ചൊറിഞ്ഞ് ആസാമിലേക്ക് കൊടുക്കാനുള്ള തല്ല ഓള് വാങ്ങും. അടിയല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓള് മുണ്ടില്ല. പിന്നെ അടുത്ത പ്രശ്നതാ, അതുവരെ മുണ്ടാതെക്കാൻ തല്ലി വെക്കുമ്പോ പിന്നെ മുണ്ടാനാ. പിന്നെ 2 ആഴ്ച തെറ്റ്. ഇതിനിടയ്ക്ക് മക്കളൊക്കെ കഷ്ടപ്പെടുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇയാൾ എന്നെ പറയാം, നിങ്ങൾ എന്തെന്നാലും വേണ്ടില്ല, ഈ മരുന്നുണ്ടെങ്കിൽ അതെന്നാലും വേണ്ടില്ല, ഞാൻ ചൂടാകുമ്പോ ഓളൊന്നും ഉണ്ടാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു കുടുംബത്തിന്റെ അവസ്ഥയാ. എവിടെ പോയി പ്രിയപ്പെട്ടവരെ ക്ഷമ? ബാപ്പാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയും വേണ്ട, ബാപ്പ എന്ന് പറഞ്ഞാൽ തന്നെ ദേശീയ അല്ലേ. ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി തിരൂരങ്ങാടി ഭാഗത്തോടുമാണ് തോന്നുന്നു, അവിടെയൊക്കെ പെണ്ണുങ്ങളെ ക്യാമ്പിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകും. നിറച്ചു പെണ്ണുങ്ങൾ പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്നു, ക്ലാസ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡിൽ കൂടി നടന്നു വരിക, എന്റെ ബാഗും തൂക്കിയിട്ട്. ഒരു 10 വയസ്സുള്ള ഒരു ചെക്കൻ വന്നിനെ തടഞ്ഞാൽ നിർത്തി. അവിടെ പോലി ഞാൻ എന്താ മോനെ? ഓനൊരു കത്ത് ഇട്ട് തന്നു, ഒരു കടലാസ്, ഇതാ പിടിച്ചോളി. ഞാൻ ആ കടലാസ് വാങ്ങി സ്റ്റേജിൽ കണ്ട് കയറി. അപ്പോഴേക്ക് സ്വാഗതം പറഞ്ഞ ആള് സ്വാഗതം പറയാ. അയാൾ സ്വാഗതം പറയുന്ന സമയത്ത് ഞാൻ ആ കടലാസ് ഒന്ന് വായിച്ചു നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താ എഴുതിയെന്നറിയോ? വലിയ മുജാഹിദായിട്ട് കാര്യമില്ല, ഭാര്യയോടും മക്കളോടും മാന്യമായി പെരുമാറണമെന്ന് പറയണം. ഞാൻ പറയണം എന്റെ പ്രസംഗത്തിൽ, ഞാനത് പറയണം. എന്നിട്ട് അതിന്റെ അടിയിൽ പെണ്ണെഴുതിയതാ, അതിന്റെ അടിയിലൊരു സാധനത്തിനുണ്ട്, എന്തായാലും പറയണം അയാൾ ഇവിടെ തന്നെയുണ്ട്. കണ്ടങ്ങള്? അപ്പൊ ഈ പെണ്ണ് പറഞ്ഞിട്ട് കേൾക്കില്ല എന്നതിന്റെ അർത്ഥം ഞാൻ ഈ മൈക്കെട്ടി പറയണമെന്ന്. നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഒരു പെണ്ണ് അവിടെ ഇരിക്കുന്നു, അവിടെ നിറച്ച പെണ്ണുങ്ങളാ, അതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു മൂലക്കൽ കുറച്ച് ആണുങ്ങൾ ഇരിക്കുന്നുണ്ട്, അതിലെവിടോ ഉണ്ട് ഈ ചങ്ങായി. നിങ്ങൾ നോക്ക്, എന്താ ഈ പെണ്ണ് പറയണത്? വലിയ മുജാഹിദായിട്ട് സുബൈക്ക് പള്ളിയിൽ പോകും, 10 പള്ളിയിൽ പോകും,
പെണ്ണിനോടും മക്കളോടും മാന്യമായി പെരുമാറാൻ അറിയില്ലേ നിങ്ങൾക്ക്? പിന്നെ എന്തിനാ നിങ്ങൾ ഈ കുടുംബമായിട്ട് മുന്നോട്ട് വന്ന്? എത്ര കേസുണ്ട് അങ്ങനെയെന്നറിയോ? വെറുപ്പിച്ച് കൈ തരിക, വെറുപ്പിച്ച് കൈ തരിക. കണ്ടോ, ചെറിയ കാര്യത്തിന് വേണ്ടി പിറുപിറുത്ത് പ്രശ്നമുണ്ടാക്കി ഭാര്യയും മക്കളിൽ സമാധാനം കെടുത്തുന്ന ഗൃഹനാഥന്മാർ. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചു നോക്ക്. എന്തൊരു ധീരനായിരുന്നു ഉമർ എന്നറിയോ നിങ്ങൾക്ക്? ധീരന്മാരിൽ ധീരനായ ഉമർ. ഹിജറ പോകുമ്പോ എല്ലാരും പറയാതെ പോയതാ, ഉമർ മാത്രം പറഞ്ഞിട്ട് പോയത്. ഉമർ ഹിജറ പോവാണ്. ആരാടാ തടയാനുള്ളത്? അത്രക്ക് വലിയ ധീരൻ. ഖലീഫയായി അധികാരം ഏറ്റെടുത്തപ്പോ തൊട്ടടുത്ത മുഴുവൻ രാജാക്കന്മാരുടെയും പേടി സ്വപ്നമായി മാറിയ ഉമർ. നാട്ടുകാർക്ക് മൊത്തം പേടിയ. ഉമറിന്റെ വീട്ടിലേക്ക് സ്വന്തം ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള കംപ്ലൈന്റ് പറയാൻ വേണ്ടി ഒരു മനുഷ്യൻ വരിക. നിങ്ങളൊക്കെ കേട്ടതാ ചരിത്രം. അയാൾ വന്നിട്ട് ഉമറിന്റെ വാതുക്കം നിന്ന് വിളിക്കാതെ തിരിച്ചു പോകുമ്പോഴാണ് ഉമർ വരുന്നേ. ഉമർ അയാളെ വിളിച്ചിട്ട് ഇവിടെ വരി, എന്തിനാ നിങ്ങൾ വന്ന്? അയാൾ പറയാ ഉമറിനോട്, ഉമറേ, ഞാൻ വന്നത് ഖലീഫയോട് കംപ്ലൈന്റ് പറയാനാ. എന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പറയാൻ വന്നതാ. ഇവിടെ വന്നപ്പോൾ അവസ്ഥ എന്താ വരുമോ? വീട്ടിന്റെ അകത്തുനിന്ന് ഉമറും ഉമറിന്റെ ഭാര്യയും തമ്മിൽ സംസാര. ഉമറിന്റെ ഭാര്യ ഉമറിനും ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നു, ഉമറും ഉണ്ടാകുന്നെന്ന് കേൾക്കുന്നു. ആലോചിച്ചു നോക്ക്, ഏത് ഉമർ? അറേബ്യ മൊത്തം പേര് കേട്ടാൽ കിടുകിടാ വിറയ്ക്കുന്ന ഉമർ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഉമർ സ്വന്തം ഭാര്യ വർത്താനം പറയുമ്പോ മുണ്ടാതെന്ന് കേൾക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതിലൊരു പകർത്താനുള്ളൊരു പാഠമില്ലേ? നിങ്ങൾ ചിന്തിക്ക്. ആ ഉമറും ഉണ്ടാകുക. അപ്പൊ ഇയാൾ പറയാണ്, ഉമറെ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയത്. പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ പന്തം കൊളുത്തി പട. ഇവിടെ അതിനേക്കാളും വലിയ കച്ചറ, നിങ്ങളത് തീർക്ക്, എന്റെ വീട്ടിൽ ഞാൻ തീർത്തളാം. ഉമർ അയാൾക്ക് പറഞ്ഞെടുക്കുക, അയാൾക്ക് പഠിപ്പിച്ചെടുക്കുക. എടോ, എന്റെ ഡ്രസ്സ് അലക്കി വൃത്തിയാക്കി തരുന്ന, എന്റെ മക്കളെ 10 മാസം ചുമന്ന് പെറ്റ് പോറ്റിയ, എനിക്ക് ഭക്ഷണം വെച്ച് വിളമ്പി തരുന്ന, എന്നെ സഹിക്കുന്ന നമ്മുടെ ഭാര്യയോട് നമുക്കൊന്ന് ക്ഷമിച്ചാൽ എന്താണോ? എന്തൊരു വലിയ വാക്കാ, ചിന്തിച്ചു നോക്ക്. ഇതാണ് കുടുംബത്തിന്റെ മനഃശാസ്ത്രം. അതിന് വലിയ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പുസ്തകമൊന്നും മറച്ചു നോക്കണ്ട. ഒരിത്തിരി ക്ഷമ. ഈ ക്ഷമ വീട്ടിന്റെ അകത്തില്ലാതിരുന്ന എന്തിനാ പ്രിയപ്പെട്ടവരെ നമുക്ക് പിന്നെ കുടുംബം? പെണ്ണുങ്ങളെ കാര്യം പറയാത്തന്നല്ലേ, ഒരണഞ്ഞ മുൻകോപ. എന്തൊരു ദേഷ്യ അല്ലേ? ഞാൻ എപ്പോഴും ഇങ്ങനെ ആൾക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കും, എന്റെ കോളേജിലത്തെ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, 2016 നമ്മൾ എത്തിയല്ലോ മക്കളെ. ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? മോട്ടോറാണ്. വെള്ളമടിക്കുന്ന മോട്ടോർ. അതെങ്ങാനും കണ്ടുപിടിച്ചില്ലെങ്കിൽ സ്കൂളിലും കോളേജിലും പഠിക്കാൻ കുട്ടികളുണ്ടാവില്ല. ഉണ്ടാവില്ല. എന്നെയും നിങ്ങളെയൊക്കെ എങ്ങനെ കുളിപ്പിച്ച് ഉമ്മ? ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ കിണറ്റിന്ന് വെള്ളം കോരി കുളിപ്പിക്കുക. ഒരു ബക്കറ്റ് കോരി തലയിൽ വെച്ചാൽ കുട്ടി ഒരൊറ്റ പാച്ചില. പിന്നെ അടുത്ത വെള്ളം മുക്കുമ്പോഴേക്കും ഉണങ്ങിണ്ടാവും. ഇങ്ങനെ ഒരു കിണറിന് ചുറ്റും 15 റൗണ്ട് ഓടിയിട്ടാണ് ഓരോ മക്കളെയും ഉമ്മ കുളിപ്പിച്ചത്. എന്റെയും നിങ്ങളെയും പോലെ ഒരു കുട്ടി, 1.5 കുട്ടിയും 2.5 കുട്ടിയൊന്നും തന്നെ ഉള്ളത്, 10ഉം 11ഉം വരുന്നു. അതിനെ മുഴുവൻ ഉമ്മ കുളിപ്പിച്ചത് ആ കിണറ് ചുറ്റും 10ഉം 15ഉം റൗണ്ട് ഓടിയിട്ടാ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് ഈ മോട്ടോർ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മളെ മക്കൾ ഉണ്ടാവുമോ? നമ്മളെ മക്കളൊന്നും അരച്ചുറ്റ് ഓടൂല കിണറ്. അതിന്റെ മുമ്പ് മട്ടലെടുത്ത് കൊടുത്തിട്ടുണ്ടാവും പണി. അതാ തള്ളന്റെ ദേഷ്യം. എന്നിട്ടാ ഈ ദേഷ്യം? കണ്ടോ, എവിടെയാ നമുക്ക് ഇസ്ലാം ഉള്ളത്? നിങ്ങൾ പറ. 5 നേരം പള്ളിയിൽ പോയി നിസ്കരിച്ച് കുറെ ഇസ്ലാഹിയ ബോധമുണ്ട്, കുറെ പോസ്റ്റർ ഒട്ടിച്ചിന്, നാട്ടുകാരെ ദഅവത്ത് നടത്തുന്നുണ്ട്. ആയോ? ഇല്ലല്ലോ. ആരാണ് നബിയെ ഏറ്റവും മാന്യൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു, ആരെ കുറിച്ചാണോ ഭാര്യ നല്ലത് പറയണത് അവനാണ് മാന്യൻ. എങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഇടത്തെ നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ പറ, മാന്യനാണോ? കിട്ടൂല. ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വലിയ പണിയാണ്, കുറച്ച് ബുദ്ധിമുട്ടാ. അതിന് വീട്ടിനകത്തുള്ള അവസ്ഥാന്തരങ്ങളെ മാറ്റിമറിക്കാൻ കഴിയണം. മക്കളോടോ എന്തൊരു ദേഷ്യം മക്കളോട്! മക്കള് പേടിച്ചു വിറക്കുക. കണ്ടോ? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ആലോചിച്ച് നോക്ക്. യാ ബുനയ്യ, കുഞ്ഞുമോനെ, പൊന്നുമോനെ, ബാപ്പന്റെ മോനെ, ശിർക്ക് ചേർക്കല്ലടാ. ലുക്മാൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, അറേബ്യ കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ, കറുത്ത് കുറിയ ഒരു മനുഷ്യൻ,
അദ്ദേഹം നടന്നു പോകുമ്പം തെരുവീതികളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ പറയുന്ന ലുക്മാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ തന്റെ ചെറിയ മോനെ വിളിച്ചിട്ട് കണ്ണിൽ നോക്കി പറയാ, ശിർക്ക് ചേർക്കല്ലടാ മോനെ, എന്റെ പൊന്നു മോനെ ചേർക്കില്ലേ. നമ്മൾ പറഞ്ഞോ, നമ്മള് യാ ബുനയ്യ പോയിട്ട് മോനെ നിൽക്കലുണ്ടോ? അങ്ങനല്ലേ പുതിയ സിസ്റ്റം ഉള്ളപ്പോ സ്കൂളിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, എല്ലാ സ്കൂളിലും ഇപ്പോ വീട്ടിൽ നിന്ന് ചെയ്യിക്കലാണല്ലോ. LKG പഠിക്കുന്ന കുട്ടി LKG ചേർന്നപ്പോ ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു കൊടുത്തു അത്രേ 2 തരം മൃഗങ്ങളുണ്ട്. കുട്ടി ചോദിച്ചു അത് ഏതാ മൃഗം? ടീച്ചർ പറഞ്ഞു 2 തരണ്ട്, വന്യമൃഗം, വളർത്തു മൃഗം. കുട്ടി ചോദിച്ചു അതെങ്ങനെ മനസ്സിലാവുക? ടീച്ചർ പറഞ്ഞു അതൊന്നും ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾ കണ്ടുപിടിക്കണം. മൃഗങ്ങളെ നോക്കിയിട്ട് നാളെ വരുമ്പോ വന്യമൃഗം ഏത് വളർത്തു മൃഗം ഏത്. കുട്ടി ചോദിച്ചു ഒരു ക്ലൂ തരുമോ? പണിഞ്ഞ ക്ലൂ ആണല്ലോ. ടീച്ചർ പറഞ്ഞു ക്ലൂ തരാം. വന്യമൃഗത്തെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാം. എന്താ, എങ്ങനെ തിരിച്ചറിയാം? വലിയ ഒച്ച ഉണ്ടാവും, ഇറച്ചി തിന്നും, അക്രമ സ്വഭാവം. ഇതുണ്ടെങ്കിൽ വന്യമൃഗമാണ്, ഇതില്ലെങ്കിൽ വളർത്തുമൃഗമാണ്. കുട്ടി വീട്ടിൽ ചെന്ന് മൈരിപസ്കാരം കഴിഞ്ഞാണ്ട് ഇരുന്ന് ഒരു സ്കെയിലെടുത്തൊരു വരകെട്ട് വരച്ചിട്ട് അപ്പുറത്തെ എഴുതി വന്യമൃഗം, ഇപ്പുറത്തെ എഴുതി വളർത്തുമൃഗം. കുട്ടി ആലോചിച്ചു, ടീച്ചർ പറഞ്ഞത് ഭയങ്കര ഒച്ച, ഇറച്ചി തിന്നും, അക്രമ സ്വഭാവം. കിട്ടിപ്പോയി നമ്പർ 1 ബാപ്പ. രണ്ടാമത്തെ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഉമ്മ. 3 പുലി, 4 സിംഹം. അതൊന്നും കുട്ടീനെ ഒന്നും ചെയ്തില്ല, പാവം മൃഗം. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കുട്ടി വന്യമൃഗത്തിന്റെ ലിസ്റ്റിലാണോ എഴുതുക? പിന്നെ എങ്ങനെയാ കുട്ടി പ്രേമത്തിലേക്ക് പോവാതൊക്കെ? എങ്ങനെയാ കുട്ടി പ്രശ്നത്തിലേക്ക് പോവാതൊക്കെ? നിങ്ങൾ ചിന്തിക്ക്. അപ്പോ സ്വാർത്ഥതയുള്ള കുടുംബം, പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരു സ്വാർത്ഥത. എന്റെ പുതിയാപ്പുള്ളത് കിട്ടിയാൽ മതി, ആദ്യ രാത്രിയിൽ തന്നെ ഭർത്താവിന്റെ കാതിൽ പറയാതാ, നമ്മളിപ്പോ ഒന്നായി, ഒരു കുടുംബമായി, ഇനി ഞമ്മക്കൊരു വീട് വേണം. ആരായി ഞമ്മള്? ഞാനും നീയും. അപ്പൊ ബാപ്പിയമ്മയോ വേറെ കുടുംബം കുടുങ്ങി അല്ലെ? ഉമ്മങ്ങാനും മരിച്ചുപോയി ബാപ്പ ബാക്കിയായാൽ കഴിഞ്ഞ കഥ. ലോകത്തേതൊരു പുരുഷനും നിരച്ചാ പിന്നെ എന്താ പ്രാർത്ഥിക്കാന്നറിയോ? പടച്ചോനെ ഞാൻ പോയിട്ട് എന്റെ പെണ്ണുങ്ങളെ വിളിച്ചാൽ മതി. ഒരു ഉമ്മ മരിച്ചിട്ട് ബാപ്പ നിന്നാലുണ്ടല്ലോ ഒരു മക്കൾക്ക് നോക്കാൻ കഴിയൂല. ഉമ്മനെ നോക്കാൻ മക്കളുണ്ടാവും ഇഷ്ടം പോലെ. ഉമ്മക്ക് അടിമ്പിടിയാണ്. കാരണം എന്താ? ഏറ്റവും ചെലവ് കുറഞ്ഞ വേലക്കാരിയാണ് ഉമ്മ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കല്ലെടുത്തെറിഞ്ഞാലും വേണ്ടില്ല അല്ലേ? ഉമ്മ ഉണ്ടെങ്കിൽ സുഖ, മക്കളെ നോക്കുക, ചെമ്മീൻ തോലൊളിക്കുക, ചക്കക്കുരു തോലൊളിക്കുക, അരിഞ്ഞിരുക. ഇനി ഒന്നുമില്ലെങ്കിൽ ഉമ്മോട് വെച്ചിട്ടോ ഇത് തളച്ചിനെ നോക്കിക്കോറിഞ്ഞാൽ നോക്കിക്കോളൂ. നിങ്ങൾ ബാപ്പനെ വിളിച്ചാൽ ബാപ്പേ തളച്ചിനെ നോക്കിയിട്ട് പറഞ്ഞാലോ പോടി അവിടുന്ന്. ബാപ്പനെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാപ്പ പ്രാർത്ഥിക്കും, പടച്ചോനെ നിന്റെ പെണ്ണുങ്ങള് ഞാൻ മരിച്ചിട്ട് മരിച്ചാൽ മതി. നിങ്ങൾ ചോദിച്ചു നോക്കില്ലേ? നോക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ പങ്ക് വളരെ വലുതാ. എന്തൊരു സ്വാർത്ഥത എന്നറിയോ? പണ്ടത്തെ പോലെ ഷെയറിംഗ് ഇല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുടുംബത്തിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തിനാ ഈ കുടുംബം എങ്ങനെ ഉണ്ടായി? നിങ്ങളിത് വായിച്ചു നോക്കണം, പുസ്തകത്ത് വായിച്ചു നോക്കണം. നമ്മൾ എന്റെ മുമ്പിൽ ഇരിക്കുന്ന അധ്യാപകരുണ്ടാകും, വിദ്യാർത്ഥികളുണ്ടാവും, സോഷ്യോളജി പഠിച്ചവരുണ്ടാവും. അവരൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. സോഷ്യോളജിന്റെ പുസ്തകത്തിൽ കുടുംബം എന്ന സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കണം, കുടുംബം എങ്ങനെ ഉണ്ടായതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചരിത്രം, കുടുംബത്തിന്റെ ചരിത്രം. ആദ്യം മനുഷ്യൻ മൃഗങ്ങളെ പോലെയായിരുന്നു. മൃഗങ്ങളെപ്പോലെ വസ്ത്രമില്ലാതെ, വീടില്ലാതെ, സ്ഥിരതാമസമില്ലാതെ, ചിന്തകളില്ലാതെ മനുഷ്യനും മൃഗത്തെപ്പോലെ അലഞ്ഞു തിരിയുമായിരുന്നു കാട്ടിൽ. ഭക്ഷണം പാകം ചെയ്യുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യില്ല. അവനും മൃഗങ്ങളെപ്പോലെ ഭക്ഷണം തേടി അലയും, കിട്ടുന്നത് തിന്നും, കിട്ടുന്ന ഇടത്ത് അവന്റെ ലൈംഗികത തീർക്കും. അങ്ങനെ പട്ടിയെപ്പോലെ, പൂച്ചയെപ്പോലെ, പോത്തിനെപ്പോലെ, എരുമയെപ്പോലെ മനുഷ്യനും. എന്നിട്ട് ആ മനുഷ്യൻ നദിക്കരകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി എന്ന് ചരിത്രം പറയുന്നു. ചരിത്രം വായിച്ചു നോക്കുന്നത്. ആ മനുഷ്യൻ നദിക്കരകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. നമ്മൾ 10ാം ക്ലാസ് പഠിച്ച കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാവും, അവരൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സിന്ധു നദീ തട സംസ്കാരം, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദിക്കരയിൽ രൂപം കൊണ്ട സംസ്കാരങ്ങൾ, മെസപ്പൊട്ടാമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, എല്ലാം നദിയാ. നൈൽ നദിക്കരയിൽ ഈജിപ്ഷ്യൻ സംസ്കാരം, സിന്ധു നദി തടത്തിന്റെ കരയിൽ നമ്മുടെ സംസ്കാരങ്ങളുടെ എല്ലാം കളിത്തൊട്ടിൽ നദികളായിരുന്നു. കാരണം എന്താ? വെള്ളം കിട്ടുന്ന ഫലഭൂഷ്ടമായ സ്ഥലം നദിയുടെ കരയാ. ഈ മനുഷ്യനുണ്ടല്ലോ നദിന്റെ കരയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയ അത്രേ.
ആദ്യം ഉണ്ടായ മാറ്റം അതാണോ? ചരിത്രം പറയുന്നത് കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താ? അവൻ ചെയ്ത കൃഷി മൃഗങ്ങൾ നശിപ്പിക്കുന്നതിന് അവിടെ തന്നെ സ്ഥിരതാമസമാക്കേണ്ടി വന്നു. ഇതാണ് മനുഷ്യന് അടുത്തത് കിട്ടിയ സാധനം. അവൻ സ്ഥിരതാമസമാക്കേണ്ടി വന്നു ആ സ്ഥലത്ത് തന്നെ. അങ്ങനെ സ്ഥിരതാമസമാക്കേണ്ടി വന്നപ്പോ അവന് തോന്നി ഇങ്ങനെ പോയാ പോരാ, ഈ സ്ഥിരതാമസത്തിന് ഷെയർ ചെയ്യാൻ ഒരാള് വേണം. എന്താ? ഒരാള് വേണം, മിണ്ടാനും പറയാനും സ്നേഹിക്കാനും ഷെയർ ചെയ്യാനും എന്നെ സഹായിക്കാനും ഒക്കെ ഒരാള് വേണം. അങ്ങനെ ഒരു പെണ്ണിനെ തന്റെ കൂടെ താമസിപ്പിക്കാൻ തുടങ്ങി. ആ പെണ്ണും ആണും ചേർന്നൊരു കുടുംബമുണ്ടായി, അവർക്ക് മക്കളുണ്ടായി, വീടുണ്ടായി. ആ വീട് ചേർന്ന് ഒരു സമൂഹമായി, സമൂഹങ്ങൾ രാജ്യമായി, രാഷ്ട്രമായി. ഇങ്ങനെ 2016 എത്തിയപ്പോഴേക്ക് ഇങ്ങനെയൊക്കെ നമ്മളായി എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ കുടുംബം? ആദ്യം തിരിച്ചുപോയി നോക്ക്. ഷെയറിങ് കണ്ടോ? സഹായിക്കാൻ, സ്നേഹിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, അന്ന് കുടുംബം ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യങ്ങൾ ഇപ്പൊ ഉണ്ടോ? ഇല്ല. ഉണ്ടോ? എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കിടന്നോടുന്ന്? എന്തിനാ നമുക്ക് ഇത്ര തിരക്ക്? ഇത്തിരി സമയം നമുക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തിനാ ഈ കുടുംബമായിട്ട് നടക്കണേ? ഏർപ്പാട് അവസാനിപ്പിച്ചൂടെ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, സ്വാർത്ഥതയുണ്ടോ? ഉണ്ട്, ഉറപ്പാ സ്വാർത്ഥത ഉണ്ടെന്ന്. ആകെ പ്രശ്ന ഒരു ദിവസം രാവിലെ നോക്കിയപ്പോണ്ട് എല്ലാ കുട്ടികളെ കയ്യിലും നേന്ത്രപ്പഴം. കണ്ടോ? സാധാരണ ആ തറവാട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണമെങ്കിൽ ആ വീട്ടിലെ അമ്മായിമ്മന്റെ കയ്യിൽ കൂടിയേ കൊടുക്കലുള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മായിമ്മ കൊടുക്കും. എല്ലാവർക്കും തന്നെ പഴം തിന്നോ, കോഴിമുട്ട പൊങ്ങിന് തിന്നോ, അമ്മായിമ്മ പറയാം. അമ്മായിമ്മ കാണാതെ രാവിലെ തന്നെ എല്ലാ കുട്ടികളെത്തും ഒരു പഴം, നേന്ത്രപ്പഴം. കുട്ടികൾ കുറെ എണ്ണം തിന്നിന്, കുറെ പൊളിച്ച് കൈ പിടിച്ചിന്, കുറെ തട്ടിക്കളിച്ചിന്, എല്ലാവരും ഉണ്ട് പഴം. ഒരു 4-5 പഴം, 5-6 കുട്ടികളുണ്ട്, എല്ലാവരുടെ കയ്യിലും പഴം. അമ്മായി മേച്ചിത്തോട് ഒരു പഴം കിട്ടി, ആരാ പഴം കൊണ്ടുവന്നു, എന്താ പഴം കിട്ടി? ആകെ പ്രശ്നം. ഒരു കുടുംബത്തിന്റെ സമാധാനം ആ പഴം കൊണ്ട് പോയി. കാരണം എന്താണെന്നറിയോ? ഭർത്താവ് എന്നും തറവാട്ട് വീട്ടിലാ താമസം. അനിയന്റെ മക്കളുണ്ട്, ഏട്ടന്റെ മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. ഒരു ഭർത്താവ് വരുമ്പോ മൂപ്പര് ബാഗ് വഹിച്ചാ പോവുക പണിക്ക്. അപ്പം മൂപ്പര് വരുന്ന സമയത്ത് കുറച്ച് പഴം വാങ്ങി ബാഗിലിട്ടു. അപ്പോ കൊടുക്കാൻ മറന്നുപോയപ്പോ റൂമിൽ നിന്ന് എടുത്തിട്ട് പെണ്ണുങ്ങൾ കൊടുത്തു. എടി പഴം മറന്നുപോയി, ഇത് കൊണ്ടുപോയിട്ട് ഉമ്മക്ക് കൊടുത്തേക്ക്, അടുക്കളയിൽ വെച്ചേക്ക്. അല്ലേ? ഈ പെണ്ണ് ചിന്തിച്ചു, അടുക്കളയിൽ വെച്ചാൽ എല്ലാരും തിന്നീർക്കും, കട്ടിന് ഒട്ടിക്ക് വെച്ചാലോ, എനിക്ക് എന്റെ മക്കൾക്ക് മാത്രം കൊടുക്കാം. 36 എല്ലാവരും കട്ടിനൊട്ടിക്ക്. രാവിലെ തന്നെ ഈ ഉമ്മന്റെ മോനെ എണീറ്റിട്ട് കട്ടിലടി നോക്കിയപ്പോൾ ഒരു പുതിയ പഴം ഓർത്ത് എല്ലാവർക്കും അത് കൊടുത്ത്. കണ്ടോ? ഈ പെണ്ണിന്റെ സ്വാർത്ഥതകൾ ആലോചിച്ച് നോക്ക്. ഓരോ കേസ് കൗൺസിലിങ്ങിന് വരുന്നത് കണ്ട അത്ഭുതമാവും. ഈസി കുക്ക് 3 എണ്ണം വീട്ടില്, ഈസി കുക്ക് 3 എണ്ണം. കണ്ടോ? മൂത്ത മരവൊക്കൊന്ന്, രണ്ടാമത്തെ മരവൊക്കൊന്ന്, മൂന്നാമത്തെ മരവൊക്കൊന്ന്. വാഷിംഗ് മെഷീൻ 2 എണ്ണം. എന്നിട്ട് ഒരാൾ വാഷിംഗ് മെഷീനിലിടും, മറ്റേ വാഷിംഗ് മെഷീനിലിടും. ഉമ്മന്റെയും ബാപ്പന്റെയും അവിടെ പുറത്ത് കിടക്കും. ഓളിയായിരിക്കും ഓള് തിരുമ്പട്ടേന്ന്, ഉമ്മയായിരിക്കും ഞാൻ തന്നെ തിരുമ്പിക്കോളാം. എന്നിട്ട് ഈ വയസ്സാം കാലത്ത് ഉമ്മക്കാണെങ്കിൽ എന്ത് വാഷിംഗ് മെഷീൻ, ആ കല്ലുമ്പോ പോയി കുത്തി തിരുമ്പി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇടും. 2 മക്കൾ തരും. ഇതാ വീടാ അടിച്ച് പൈപ്പിക്കണ്ടേ? വേണ്ടേ? ഇതൊക്കെ നമ്മളെ വീട്ടിൽ നടക്കണ. അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ സ്വാർത്ഥതയും ക്ഷമയില്ലായ്മയും മുൻകോപവും നമ്മുടെ കുടുംബങ്ങളെ പ്രശ്നമുണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ശരിയാണോ? അടുത്തെങ്കിലും ഏറ്റവും അവസാനം വായിച്ചു നോക്ക്. ഞാൻ എല്ലാം കൂടി പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കില്ലേ. ഏറ്റവും അവസാനം വായിച്ചു നോക്ക്. മാനസിക അടുപ്പമില്ലായ്മ മക്കൾക്കുണ്ടോ? നിങ്ങളെ മക്കൾക്ക് നിങ്ങളോട് അടുപ്പുണ്ടോ? ഒരു കുട്ടി ഒരു പ്രശ്നമുണ്ടാക്കി കൗൺസിലിങ്ങിന് വന്നാൽ കൗൺസിലറായ ഒരു മനുഷ്യൻ എങ്ങനെയാ പ്രശ്നത്തെ തീർക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാളെടുത്ത് എന്തെങ്കിലും മൂസാ നബിന്റെ അടുത്തുണ്ടായ മറ്റേ വടിയുണ്ടോ ഈ കുട്ടിയെ നിർത്തിയാണ്ട് ഒരു തൊടലോടെ? അല്ലെങ്കിൽ വല്ല മുടിയും പൂജിച്ച വെള്ളമുണ്ടോ? അത് കൊടുക്കണ്ടെന്നപ്പം കേട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ. പിന്നെ ഇയാൾ എങ്ങനെ ഇത് സോൾവ് ആക്കുക? നമ്മൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഒരു കുട്ടി ഒരു പ്രശ്നമുണ്ടാക്കി വന്നാൽ, ഒരു പ്രേമം കൊണ്ടുവന്നാൽ, ഒരു അടിപിടി കേസുമായി വന്നാൽ, ഈ കുട്ടിയെ ഇതിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് വേണം. ഒന്നുകിൽ ആ കുട്ടിക്ക് പടച്ചോനെ പേടി വേണം, വേണ്ടേ? അപ്പൊ നമുക്ക് പറയാം, മോനെ നീ ചെയ്ത് തെറ്റാണ്,
പടച്ചതൊക്കെ കാണുന്നുണ്ട്. നോക്ക്, നമുക്ക് സ്വർഗം കിട്ടണ്ടേടാ മോനെ. അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടി പറയും വേണം, തെറ്റായിപ്പോയി, ഞാൻ ഈ ചെയ്യൂല, കഴിഞ്ഞ്. അതൊന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. അല്ലെങ്കിൽ ഉമ്മന്റെയും ബാപ്പന്റെയും സ്നേഹം വെച്ച് പിടിക്കണം. ഇത്രയും സ്നേഹമുള്ള ഒരു ബാപ്പ ഉണ്ടായിട്ട് ഈ ചെയ്തല്ലോ പറയുമ്പോ കുട്ടികൾ എന്താ പറയാ, ബാപ്പ ബാപ്പ. ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്ന് എന്നോട് പറഞ്ഞുതരാ, ഉമ്മനെ ഓർത്ത് മാത്രം ഞാൻ പോവാത്തത് എന്റെ കൂടെ, ഉമ്മനെ ഓർത്ത് മാത്രം. അപ്പൊ ബാപ്പയെ വെറുപ്പിച്ച് കൈ കൊടുക്കുക. ഇതാ കുടുംബം. കുടുംബം ഇമ്പമുള്ളത്, സുഖമുള്ളത്, സമാധാനമുള്ളത് നമ്മുടെ കുടുംബം എങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്കെ, മക്കളുമായി ഒരു മാനസിക അടുപ്പമുണ്ടോ? ഉണ്ടോ? സിഗരറ്റ് വലിച്ച് വീട്ടിൽ വരാൻ ഒരു കുട്ടിക്ക് എങ്ങനെ ധൈര്യം വരുന്നത്? കള്ള് കുടിച്ച് വീട്ടിൽ വരാൻ ഒരു കുട്ടിക്ക് എങ്ങനെ ധൈര്യം വരുന്നത്? കഴിഞ്ഞ ആഴ്ചന്റെ മുമ്പത്തെ ആഴ്ച എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന 17-കാരൻ ചെറുക്കൻ, അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. ടീച്ചറെ മോനാ, ഒരു ടീച്ചറെ മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. അച്ഛൻ മരിച്ചുപോയി, മുസ്ലിങ്ങളല്ല, അച്ഛൻ മരിച്ചുപോയ ഒരു ടീച്ചറിന്റെ മോനെ പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുക ടീച്ചർ കൗൺസിലിംഗ് കൊണ്ടുവരിക. 17 വയസ്സ്, അവൻ പഠിച്ച പോളിടെക്നിക്കിൽ നിന്ന് അവനെ പുറത്താക്കി അത്രേ കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. ഈ ചെക്കനോട് ഞാൻ കുറെ സംസാരിച്ചപ്പോ ഈ ചെറുക്കൻ പറയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് തുറക്കാൻ തുടങ്ങി. അവൻ പറയാ 17 വയസ്സായി ഈ കുട്ടിക്ക്, 18ലേക്ക് പോവുക. അവൻ എന്നോട് പറയാ 3 കൊല്ലമായി ഞാൻ കഞ്ചാവ് അടിക്കുന്നുണ്ട്. 3 കൊല്ലായി. ആലോചിച്ചു, 3 കൊല്ലമായി സ്ഥിരമായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു കുട്ടിക്ക് സിഗരറ്റ് വലിച്ച് കള്ളു കുടിച്ച് വീട്ടിലേക്ക് വരാൻ എങ്ങനെ ധൈര്യം വരുന്നേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാ എങ്ങനെ ധൈര്യം വരുന്നേ? അതിന്റെ അർത്ഥം എന്താ? ആ കുട്ടിയുമായി ഉമ്മയും ബാപ്പയും അത്രയും അടുപ്പമില്ല എന്നല്ലേ? അല്ലേ? ഞാൻ ഉള്ളി തിന്നിട്ട് എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി കിടന്ന എന്റെ പെണ്ണുങ്ങൾ വയ്ക്കും ഉള്ളി തിന്നുന്നില്ലേ? ഒറ്റ തിരിഞ്ഞെടുക്കല കഴിഞ്ഞു. അതുകൊണ്ട് ഉള്ളി കാണുമ്പോൾ പേടിയാ. കണ്ടോ? അപ്പൊ ഞാൻ ഉള്ളി എന്നതോളം എങ്ങനെ മനസ്സിലാക്കി? എന്തെങ്കിലും മെഷീൻ വെച്ച് നോക്കിയതാ? ടി മെഷീൻ കണ്ട ആണോ? അല്ല, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ അടുപ്പമുള്ളത് കൊണ്ട് എന്റെ വായിന്ന് വരുന്ന മണം അവക്ക് തിരിച്ചറിയാം. എങ്കിൽ നിങ്ങളെ മക്കൾ സിഗരറ്റ് വലിച്ചു വരാൻ എന്തായിരിക്കും കാരണം? അവന്റെ വായിന്ന് വരുന്ന മണം മണക്കാനുള്ള അടുപ്പം ഈ ബാപ്പക്കും മക്കൂല്ല എന്നല്ല അർത്ഥം. ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് വരിക, 3 കൊല്ലമായി പ്രേമം. ഞാൻ ഓടി വെച്ച് 3 കൊല്ലമായിട്ട് ആരും അറിഞ്ഞില്ലേ? അപ്പൊ ഈ കുട്ടി പുച്ഛത്തിന് പറയാണ്, അതിന്റെ ബാപ്പന്റെയും പിന്നെയും കുഴപ്പം. പുച്ഛത്ത് പറയാ. എന്താ അറിയാവുന്നത്? അത്രേ അടുപ്പുള്ളൂ. ഉണ്ടാക്കിയാൽ തെറ്റാണ് കുറെ കുട്ടികളെ. എന്നിട്ടോ പോത്തിനെ പോറ്റിയെ അവസാനം ഉമ്മ വന്ന് പറയും കൗൺസിലിങ്ങിന്, നക്കാൻ കൊടുത്തത് ഞാൻ. ഇതെന്താ പോത്ത ആണ്? പോത്തുപോലെ ഉൾപ്പ് വളർന്ന് മതിയോ? നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ നന്നാവാതെ സമൂഹത്തിൽ നന്നാവില്ല. നമുക്ക് യാതൊരു സമാധാനം കിട്ടൂല. നമ്മൾ എന്താണോ കുടുംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെത്തൂല. നമ്മൾ ചിന്തിക്കണം, ഇന്നിരുന്നിട്ട് അടുപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പറയുന്നു, നബിയുടെ ഏറ്റവും പ്രിയങ്കരിയായ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, നബിയുടെ ഫാത്തിമയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അലിയും ഫാത്തിമയും കൂടി റൂമിൽ ഇരിക്കുന്ന സമയത്ത് അമ്മോശനായ നബി ആ റൂമിന് മുട്ടിയിട്ട് അനുവാദം ചോദിച്ച് മോളും പുതിയാപ്പിളും കൂടി ഇരിക്കുന്ന റൂമിക്ക് കേറുമത്രേ. വലിയൊരു അറിവല്ലേ നമുക്ക്? നമ്മളെ വീട്ടിലോ പുതിയാപ്പിള വന്നാ പിന്നെ 144 പ്രഖ്യാപിച്ചു തരിക അല്ലേ? കുട്ടികളെ കുട്ടികളായിരിക്കും എന്താ ജന്തു ഉണ്ടാൻ പറ്റൂലേ? ആകെ ബഹുമാനിച്ച് കണ്ട് കൊല്ലും അല്ലേ? ആകെ ഒരു ഇയാളെ പോയി കിട്ടിയാൽ മതി നീയായിരിക്കും മക്കളൊക്കെ. പോയാലോ അളിയാങ്ക ഇറങ്ങിമ്മ ഓയ് എന്താ കുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതെന്താ ഈ അളിയാങ്ക എങ്ങനെ? നിങ്ങൾ ചിന്തിച്ചു. ഇതാ മരുവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മരുമകനും മകളും ഇരിക്കുന്ന റൂമൊക്കെ കയറിയിരുന്നു അത്രേ. 2 പേരുടെയും നടുവിന് ചെന്ന് തന്റെ കാലിന്റെ ഉള്ളംകാൽ കാണുമാറിയിരുന്ന് മക്കളോട് ചോദിക്കുക, എന്തൊക്കെ മക്കളെ വർത്താനം? സുഖല്ലേ? ചെറിയപ്പുള്ളി എന്തൊക്കെ? എന്നിട്ട് പറയും. നമ്മളോ മരുവൻ വന്നാ പിന്നെ അമ്മായിമക്കാണെങ്കിൽ അടുക്കളയിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. മരുവനായിട്ട് കൊടുത്തിട്ട് നാശാക്കുക. ഓരോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും PSC കിട്ടിയാൽ പിന്നെ അമ്മായിമക്ക് സമാധാനം. പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ
അല്ലേ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എങ്ങനെയാ ഇസ്ലാമിന്റെ മമ്മോശനും മരുമകനും പെരുമാറിയത്? നമ്മൾ പെരുമാറുമോ? ഇല്ല. അത്ര അടുപ്പമില്ല. ആ അടുപ്പമുള്ളത് കൊണ്ട് ആ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാൻ വേണ്ടി കിടക്കുമ്പോ കഠിനമായ വേദന കൊണ്ട് പുളയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം ഉയരാതായപ്പോ നബി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്ത് വിളിച്ചിട്ട് നബി ഇങ്ങനെ ചുണ്ടുകൊണ്ട് എന്തോ പറഞ്ഞു. ഫാത്തിമക്ക് കേൾക്കാൻ വയ്യാഞ്ഞിട്ട് ഫാത്തിമയുടെ ചെവി കൊണ്ടുപോയിട്ട് ബാപ്പാന്റെ ചുണ്ടിന്റെ അടുത്ത് വെച്ച് ബാപ്പ എന്തോ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. ഫാത്തിമ നിലവിട്ട് കരഞ്ഞുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. ബാപ്പ എന്തോ പറഞ്ഞപ്പോ കുറച്ചേരം കഴിഞ്ഞപ്പം വീണ്ടും നബി ഫാത്തിമയെ വിളിച്ചു. ഫാത്തിമ വന്ന് വീണ്ടും ചെവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിലേക്ക് വെച്ചപ്പോ നബി എന്തോ പറഞ്ഞപ്പോ ഫാത്തിമ ചിരിച്ചു അത്രേ. നബി വഫാത്താവാൻ കിടക്കുക. ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഫാത്തിമയോട് ചോദിച്ചു, എന്തായിരുന്നു ബാപ്പ അന്ന് പറഞ്ഞത്? ഫാത്തിമ എന്ന മകൾ, ഫാത്തിമ എന്ന നന്ദിയുള്ള മകൾ, നല്ല ബാപ്പയുടെ നല്ല മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് പറഞ്ഞ കാര്യം മറ്റുള്ളവർക്ക് വിശദീകരിച്ചെടുക്കുക. ഞാൻ ആദ്യം ചെവി വെച്ചപ്പോ എന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, മോളെ ബാപ്പ പോവാണ്, ബാപ്പ മരിക്കാണ്, ബാപ്പന്റെ അത് കഴിഞ്ഞു. ഇത് കേട്ടപ്പോഴാ ഞാൻ പൊട്ടിക്കരഞ്ഞത്. ചിന്തിച്ചു നോക്ക്. അപ്പ ചോദിച്ചു, എന്തിനാ ചിരിച്ചത്? നബിയുടെ മോള് പറഞ്ഞെടുക്കുക. നബിയുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ പറഞ്ഞെടുക്കുക. രണ്ടാമത് ചെവി ചേർത്ത് വെച്ചപ്പോ ബാപ്പ എന്നോട് പറഞ്ഞു, മോളെ ബാപ്പന്റെ അടുത്തേക്ക് ആദ്യം വരിക നീയാണ് കേട്ടോന്ന്. ചിരിച്ചുപോയി ആ മോള്. ബാപ്പന്റെ അടുത്തെത്തണമെങ്കിൽ എന്ത് വേണം? മരിക്കണം. ഉണ്ടോ? നീ മരിച്ച് ബാപ്പന്റെ അടുത്തെന്ന് പറഞ്ഞപ്പോ മോള് ചിരിച്ചു അത്രേ. നിങ്ങളെ മക്കൾ ചിരിക്കും. ആ ചിരിക്കാനുള്ള മാനസിക അടുപ്പം മക്കളുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്തെളുപ്പ ഞാൻ നിങ്ങളൊക്കെ എന്നും കാണുന്ന ഖുർആൻ, എന്നും ഓതുന്ന ഖുർആൻ, ആ ഖുർആനില്ലേ എല്ലാം നബിയുടെ ചര്യകൾ, ആ ചര്യയിലില്ലേ എല്ലാം. നമുക്കിതൊന്നും ബാധകമല്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ ഈ ഖുർആനിൽ ലുക്മാൻ എന്ന ഒരു അധ്യായം എടുത്തിട്ടത്? വെറുതെ ഒരു മനുഷ്യന്റെ കഥ ഇങ്ങനെ പറയാനാ? ഖുർആൻ ഇങ്ങനെ വായിച്ച് ബോറടിക്കുമ്പോ ഒരു കഥ കിടക്കട്ടെ, ഈ കഥ പറയാനാ? അല്ലല്ലോ. ബാപ്പമാരെ നിങ്ങൾ മക്കളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ തർബിയത്ത് കൊടുക്കണം, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പോസിറ്റീവായിട്ട് ഇങ്ങോട്ട് വിളിക്കും ലുക്മാൻ. എന്നിട്ടൊരു കാര്യം പറയും, യാ ബുനയ്യ, എന്നിട്ടൊരു കാര്യം പറയും. പിന്നെയോ ഒരു പോസിറ്റീവായ കാര്യം എനിക്ക്, മോനെ, എന്റെ പൊന്നു മോനെ, അഹങ്കരിക്കരുതടാ നീ, ശബ്ദമുയർത്തരുത്. ഏറ്റവും വൃത്തികെട്ട ശബ്ദം കഴുതയുടെ ശബ്ദം. നീ ശബ്ദമുയർത്തരുത്. നിങ്ങൾ നോക്ക്, ലുക്മാൻ മോന് പറഞ്ഞെടുക്ക, അഹങ്കരിക്കരുതടാ നീ ഒന്നുമല്ല, നിനക്കൊരു കുന്തവും ചെയ്യാൻ കഴിയില്ല, നീ വെറും ഒരു പുഴുവിന് തുല്യം, ദുർബലനായ മനുഷ്യൻ, നിനക്കൊരു പിണ്ണാക്കും ചെയ്യാൻ കഴിയില്ല. നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുത്തണോ? നോക്ക്, എന്തിനാ ഈ അധ്യായം? അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. വാശിക്ക് വാശിയൊന്നും പറയാത്തതല്ലേ. ഉമ്മക്കാണോ വാശി, കുട്ടിക്കാണോ വാശി? നിങ്ങൾ ചിന്തിച്ചു, ആർക്കാ വാശി? അല്ലെ വാപ്പക്കോ? വാശിക്ക് ആരെയും കുറവുണ്ടോ? ഇല്ല. അപ്പൊ കുടുംബ ബന്ധങ്ങളെ മനോഹരമാക്കാൻ കുടുംബത്തിന്റെ മനഃശാസ്ത്രം എന്താ? വളരെ സിമ്പിളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരിത്തിരി നേരം പറഞ്ഞ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച് എന്ന് നിർത്തും, അവസാനിപ്പിക്കും. വളരെ സിമ്പിൾ. ചില കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതാണ് കുടുംബത്തിന്റെ മനഃശാസ്ത്രം. മക്കളായ നാം മാറ്റേണ്ടതുണ്ട്, ഉമ്മയായ നാം മാറ്റേണ്ടതുണ്ട്, ബാപ്പ മാറ്റേണ്ടതുണ്ട്, അമ്മായിനെയും അമ്മൂച്ചനും മാറ്റേണ്ടതുണ്ട്, ഉമ്മാര് മാറ്റേണ്ടതില്ലേ? എത്ര ഈ ഒരു ഭാഗത്ത് മാത്രം പറഞ്ഞു നിർത്തിയാൽ മതിയോ? നമുക്ക് പോരല്ലോ. നമ്മുടെ ഉമ്മാന്റെയും ബാപ്പാന്റെയും അടുത്ത് പ്രശ്നമില്ലേ? നിങ്ങൾ ചിന്തിക്ക്, എത്ര മരുമക്കൾ കഷ്ടപ്പെടുന്നു അമ്മായിമ്മമാരെ കൊണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എത്ര കാണുന്നു. തിരിച്ചുണ്ട്, പാവം അമ്മായിമ്മനെ മരുമക്കളുടെ കഷ്ടപ്പെടുത്തുന്നു, അതുകൊണ്ട് ഇല്ല എന്ന് പറയില്ല. എന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബാപ്പയും ഉമ്മയും ചില സമയത്ത് നന്ദി കേട് കാണിക്കും. അതുകൊണ്ടാ ഈ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു തന്നത്, ഒരു യുദ്ധം ചെയ്ത് ഷഹീദായാൽ അവന്റെ കൂലി സ്വർഗം. ഉറപ്പാണല്ലോ, ഷഹീദിന്റെ കൂലി സ്വർഗം, ഒരു പ്രശ്നമില്ല, സ്വർഗത്തിലെത്തി.
അല്ലേ? ബാപ്പയെയും ഉമ്മയെയും വയസ്സുകാലത്ത് വൃത്തിയായി നോക്കിയാൽ അവർക്കും സ്വർഗം. അതിന്റെ അർത്ഥം എന്താ? ബാപ്പനെയും ഉമ്മനെയും വയസ്സുകാലത്ത് നോക്കാന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ചെയ്യുന്നതിന് തുല്യ. കുറെ മുറിവേൽക്കും, കുറെ സങ്കടങ്ങൾ ഉണ്ടാവും. എത്ര ഉണ്ടാവും? ബാപ്പയെയും ഉമ്മയെയും സുന്ദരമായി നോക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടുമോ? നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയും, കിട്ടുമോ? ഞാൻ ബാപ്പനെയും ഉമ്മനെയും നോക്കാണ്, അംഗീകരിക്കപ്പെടുവോ? ഇല്ല. എനിക്ക് കുറ്റം ഉണ്ടാവുള്ളൂ. ബാപ്പ കുറ്റം പറയും, നന്ദിയില്ലാതെ കുറ്റം പറയും. ഉമ്മ കുറ്റം പറയും, നന്ദിയില്ലാതെ കുറ്റം പറയും. നോക്കണ മരുവൊക്കെ കുറ്റം ഉണ്ടാവുള്ളൂ. എപ്പോഴെങ്കിലും കയറി വരുന്ന കാക്ക ഉമ്മനെയും ബാപ്പനെയും നോക്കിയിട്ട് ഉമ്മന്റെ അടുത്ത് വന്ന് കുറച്ചേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോ ഒരു 100 ഉറുപ്പ്യ തലയണന്റെ അടിയിൽ ഇങ്ങനെ തിരികെ വെച്ചെടുക്കും. ഉമ്മ ആ 100 ഉറുപ്പ്യ എടുത്താണ്ട് ഇങ്ങനെ പൊട്ടിക്കറിയിട്ട് മോനെ നോക്കുന്നത് അല്ലേ? മറ്റോ 1000 ഉറുപ്പ്യ ചെലവാക്കിണ്ടാവും. ഒരു വിലയില്ല, പുല്ല് വില. അമ്മിക്കാടല്ലേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെറിയ മരുക്കളോട് അമ്മായിമ്മമാർക്കൊരു സ്നേഹ ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചാൽ ചെറിയ മോനോടൊരു പ്രത്യേക സ്നേഹ. മോൻ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, ഓന് പാവാണ്. മറ്റൊക്കെ ഭീകരന്മാരാ. ചെറിയ മരുകളോടൊരു സ്നേഹം. അമ്മായിമ്മ ആദ്യേ മനസ്സിലാണ് കണക്കൂട്ടും. എന്താണെന്നറിയോ? 3 മക്കളുണ്ടെങ്കിൽ ആദ്യം കണക്കൂട്ടും, ഇതാണ് ഇളയത്, ഓൻ എന്നെ നോക്കുക. മരുമക്കൾ വരുമ്പോൾ തന്നെ അമ്മായിമ്മ കണക്കൂട്ടും, ഇവന്റെ പെണ്ണുങ്ങൾ എന്നെ നോക്കുക. ഓന്റെ കൂടെയുള്ള ഞാൻ നിൽക്കണ്ടി, ഞാൻ ഏതാണല്ലോ അല്ലേ? എന്നിട്ട് നമുക്ക് കാണാം ആരാ നോക്കുക അവസാനങ്ങള്. നിങ്ങൾ ഏറ്റവും കുറ്റം വരുള്ളൂ ഉണ്ടോ? ഓളെ അവസാനം തീട്ടുമൂത്രം മാരാണ്ടാകുക. അതിനാണ് ഭർത്ത സ്വർഗം കൊടുക്കുക. അങ്ങനെയല്ലേ? അപ്പൊ ഉമ്മാരുടെ അടുത്തും പ്രശ്നമുണ്ടോ? ഉണ്ട്. ബാപ്പന്റെ അടുത്ത് പ്രശ്നമുണ്ടോ? ഉണ്ട്. അമ്മായിമ്മമാരുടെ അടുത്ത് പ്രശ്നമുണ്ടോ? അത്യാവശ്യത്തിന് കിടക്കുന്നുണ്ട്. എങ്ങനെ കുടുംബം മുന്നോട്ട് പോവുക? എല്ലാരോടും ഞാൻ പറയുന്നത് 3 കാര്യങ്ങളെ മാറ്റണം. എന്തൊക്കെയാ 3 കാര്യം? ഏറ്റവും ആദ്യം നമ്മൾ മാറ്റേണ്ടത് വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ സാധനം നമ്മുടെ സ്വഭാവം, രണ്ടാമത്തെ നമ്മുടെ മനോഭാവം, മൂന്നാമത്തെ ചിന്ത. കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ ഇത്രയും മാറ്റിയാൽ മതി. എന്ത് എളുപ്പമെന്നറിയും, സിമ്പിൾ. ഇത്രയും മാറ്റിയാൽ മതി. ആദ്യത്തത് എന്താ? നമ്മളെ സ്വഭാവം. സ്വഭാവം എന്താ? നമ്മള് മക്കളോട് എന്താ പറയുന്നത്? ആട്ടെങ്ങി നുള്ളണ്ടി, നിന്റെ സ്വഭാവം എനിക്കറിയില്ല. അതിനർത്ഥം എന്താ? വേടക്കാന്ന് അർത്ഥം അല്ലേ? കുട്ടി മനസ്സ് പറയും, എനിക്ക് ശരിക്കും അറിയാം വൃത്തിയുടെ സ്വഭാവം. നമ്മളങ്ങനെ പറയാ, എന്റെ സ്വഭാവം എനിക്കറിയില്ല. ഓക്കറിയാം. അറിയുന്നോണ്ടാണ് ഓളെ അപ്പുറത്തുള്ള ചെക്കനെ പ്രേമിച്ച് ഇതിന്റെ കൂടെ വന്നിട്ട് കാര്യമില്ലായിരിച്ചിട്ട്. ചിന്തിച്ചു നോക്ക്. ഇപ്പൊ നമ്മുടെ സ്വഭാവം മാറ്റണം. എന്താ കുടുംബം? എന്തിനാ കുടുംബം? അങ്ങോട്ട് വരാൻ തോന്നണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുക. അന്ന് നബി ആയിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്തേക്ക് വന്നു. സുന്ദരനായ ജിബ്രീൽ, പ്രകാശപൂരിതമായ മുഖവും ശരീരവും. അത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തം വിട്ട് നിൽക്കുക. അക്ഷരം എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ എന്ന് പറയാ, ഇഖ്റാ, വായിക്ക്. നബി അന്തം വിട്ട്, വായിക്കേ, എനിക്കപ്പരുടെ അറിയില്ല. കണ്ടോ? ജിബ്രീൽ പറഞ്ഞു വായിക്ക്, നബി പറഞ്ഞു അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിച്ച് കുലുക്കിയിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങൾ കേട്ടത് അല്ലേ? പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു കൊടുക്കുക. നബി പേടിച്ചു പോയി, പനിച്ചു, വിറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഓട്ട. എങ്ങട്ടാ? നബിക്കൊരു സങ്കടം വന്നപ്പോ, ഒരു വിഷമം വന്നപ്പോ, മനസ്സിന് പേടി തോന്നിയപ്പോ, പ്രിയപ്പെട്ടവരെ, അന്ന് നുബുവത്ത് കിട്ടുന്നേ ഉള്ളൂ, കിട്ടിയിട്ടില്ല, നബി ആയിട്ടില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ഓട്ട. അന്ന് അറേബ്യയിൽ മദ്യം നിരോധിച്ചിട്ടില്ല. അറേബ്യയുടെ തെരുവീതികളിൽ നിറയെ മദ്യശാലകൾ. നബി ഓടിക്കയറിയത് കള്ളുചാപ്പുക. എടാ മൂത്ത് നോക്കിയൊരു കുപ്പിയെടുക്ക് തന്നെ, എന്റെ വിഷമം മാറട്ടെ. നബി പറഞ്ഞോ? ഇല്ല. അന്ന് നബി കയറിയത് കള്ളുചാപ്പുക്കല്ല, നബി പോയത് സുഹൃത്തുക്കളുടെ അടുത്തേക്കല്ല, നബി പോയത് കൗൺസിലിംഗ് സെന്റർക്കുമല്ല. കൗൺസിലർമാരെങ്കിലും ഉണ്ടോ അറബിയയിൽ? ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഓടിച്ചെന്നത് നബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. ഒരു ചിന്തിക്ക്, ഖദീജന്റെ അടുത്ത് വന്ന് നബി പറയാം, എന്നൊന്ന് പൊതക്കി. ഖദീജ പൊതച്ചു കൊടുത്തിട്ട് നബിയെ കെട്ടിപ്പിടിച്ച് ഖദീജയും നബിയും കൂടി ഒരുമിച്ച് വിറക്കുക, പേടിച്ചിട്ട്. അങ്ങനെ നോക്ക്. എന്നിട്ട് ചോദിക്കുക, നബിയെ കെട്ടിപ്പിടിച്ച്, സാരമില്ല, കുഴപ്പമില്ല,
സമാധാനം തേടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി വന്നത് തന്റെ പ്രിയതമയുടെ മാറിലേക്കായിരുന്നു എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇപ്പോഴോ നിങ്ങളെ പുതിയാപ്പിളക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പാഞ്ഞിങ്ങോട്ട് വന്നാൽ എന്താ പറയാ, എവിടുന്നെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, മോന്തി വീർപ്പിച്ച് ഇന്റെ അടുത്തേക്ക്. ഇതല്ലേ നമ്മളെ വാക്ക്? ഇതാണോ നമ്മളെ സ്വഭാവം? അപ്പൊ ഞാൻ പറയുന്നത് അതാ, ഈ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം പഠിക്കാൻ നമുക്ക് ഖുർആൻ പോരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പോരെ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്ത് രസമായിരുന്നു അവരുടെ ബന്ധം. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാരിൽപ്പെട്ടൊരു ഭാര്യയായിരുന്നു, ഏറ്റവും ഇഷ്ടം ഖദീജയായിരുന്നു, നബിയേക്കാൾ പ്രായം കൂടിയ ഭാര്യ. എന്തുകൊണ്ടാ? ഇത് കൊടുത്തത് കൊണ്ടാ. നമുക്കിത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിന്റെ അവസ്ഥ എന്താ? ദാ നോക്ക്, ചുറ്റും പുഞ്ചിരി വിതരണം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആലോചിക്കും, ഒരു ഭർത്താവ് വീട്ടിൽ കണ്ട് കയറുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, മുഖത്ത് പുഞ്ചിരി വിടരുന്നോ? ഇല്ല. ഒരു ഗൗരവം. പള്ളിയിൽ നിന്നൊക്കെ എന്തൊരു ചിരിയായിരുന്നു അല്ലേ? ചെങ്ങായിമാരെ കണ്ടപ്പോ എന്തൊരു ചിരിയായിരുന്നു. ചായപ്പീടിയെന്ന് എന്തൊരു ചിരിയായിരുന്നു. വീട്ടിൽ കണ്ടപ്പോഴോ ബും പോയി. ഉമ്മേ ഉമ്മേ ഈ പുതിയാപ്പിള വരുന്നതും കാത്ത് ഉമ്മ നിന്നിരുന്നോ? മക്കളോ, ഞാൻ പഠിപ്പിക്കുന്ന ഫറൂഖ് കോളേജിന്റെ ഗേറ്റ്, രാജാ ഗേറ്റ്, അതിന്റെ അടുത്തുകൾ വന്ന് നിൽക്കേണ്ടി. ഒരു 8:45 കുട്ടികൾ ഇങ്ങനെ ഗേറ്റ് കിടന്ന് വരുന്നതാണ്, പെൺകുട്ടികൾ ഇഷ്ടം പോലെ. ഈ കുട്ടി ഗേറ്റിൽ കിടന്ന എന്തൊരു ചിരി, ഒരു ചിരി. വീട്ടിൽ ഗേറ്റ് കിടന്നാലോ പോയി. എന്താ വീട്ടിൽ ചിരിക്കാത്ത? അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയോ? ചിരിക്കുന്ന ഉമ്മയുള്ള വീട്, ചിരിക്കുന്ന ബാപ്പയുള്ള വീട്. നിങ്ങൾ കുട്ടിനെ ചീത്തറിയരുതെന്നോ പെണ്ണുങ്ങളെ ചീത്തറിയരുതെന്നോ മുഖം കറുപ്പിക്കരുതെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എപ്പോഴും ഈ കറുപ്പിച്ചു വെക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. സ്നേഹിക്കുന്ന ഒരു ബാപ്പ തന്റെ മുഖം ഒന്ന് കറുപ്പിച്ച ആ മോളൊന്നും ഉറങ്ങൂല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ പ്രേമമായിട്ട് വരിക, പ്രേമം, മുടിഞ്ഞ പ്രേമം. ഞാനിരുന്ന് പൊളിക്കാൻ നോക്കിയിട്ട് പൊളിയണ്ടേ, പഠിച്ച പണി 18 കൊടുത്തു നോക്കി, പെണ്ണ് പിടിച്ച പിടിയാണ് നിൽക്കുക. അവസാനം ഇനി എന്തുണ്ട് വഴി? ഉമ്മനെ വിളിച്ചു, മാമന്മാരെ വിളിച്ചപ്പോ മാമന്മാരെ പറഞ്ഞു ബാപ്പത് അറിയണ്ട. ഞാൻ ചോദിച്ചപ്പോ ബാപ്പത് അറിഞ്ഞില്ലേ? ഇല്ല, മൂപ്പരെ അറിയിക്കാൻ പറ്റൂല. ഞാൻ ചോദിച്ചാൽ എന്താ മൂപ്പരെ അറിയിച്ച? അത്രക്ക് സ്നേഹമാണ് ഈ മോളോട്. അപ്പൊ എനിക്കൊരു കത്തിത്തുരുമ്പ് കിട്ടി. ഞാൻ ചോദിച്ചാ എത്രക്ക് സ്നേഹാണ്? അത്രക്ക് സ്നേഹം. അവക്ക് അങ്ങട്ടോ? അപ്പൊ മാമന്മാര് പറഞ്ഞു ഓക്ക് അങ്ങട്ടും. ശരി, നിങ്ങൾ പോയിക്കോ, ഇങ്ങോട്ട് വിളിക്കോളെ. കണ്ടോ, അവളിങ്ങോട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു ബാപ്പ നാട്ടിലില്ല അല്ലേ? ഇല്ല. എന്താ ബാപ്പ അറിഞ്ഞിണോ? ബാപ്പ അറിഞ്ഞില്ല. അറിയിക്കണ്ടേ? ആ. ഓള് പറയാൻ കുട്ടിനെ ഞാൻ വിട്ടു, ബാപ്പന്നെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ബാപ്പ എന്നെ ഫോൺ ചെയ്തു. ഞാൻ ബാപ്പയോട് പറഞ്ഞു അടുത്ത ഫ്ലൈറ്റ് നിങ്ങൾക്ക് എപ്പം കിട്ടും, അതിൽ കയറിയേണ്ടി വരിക. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നിങ്ങളെ ഭാര്യനോടും ഭാര്യന്റെ ആങ്ങളമാരോടും ഒക്കെ ഒന്ന് സംസാരിക്കണം. അയാൾ വിളിച്ചു, സംസാരിച്ചു. അയാൾ പൊട്ടിക്കരഞ്ഞു ഗൾഫിന്ന്. അയാളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയരുത്, ആരോടും പറയരുത് വരുന്ന വിവരം. പെണ്ണുങ്ങളോടൊന്ന് സ്വകാര്യം സൂചിപ്പിച്ചാൽ മതി, പ്രത്യേകിച്ച് മോളറിയരുത്. മോളെ പിറ്റേ ദിവസം മുതൽ തറവാട്ട് വീട്ടിൽ കൊണ്ടുപോയി റൂമിൽ അടച്ചിട്ടതാ. നോക്ക്, ബാപ്പയോട് ഞാൻ പറഞ്ഞു മോളെ അറിയരുത്, ഒരു കാരണവശാലും അറിയരുത്. ബാപ്പ കരിപ്പൂർ എയർപോർട്ടിൽ വിമാനമിറങ്ങി ആദ്യം കാണാൻ വന്നത് എന്നെ വിളിച്ചിട്ട് ഇന്ന സമയത്ത് ഞാൻ ഇറങ്ങും, നിങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ കോളേജിലാണ്. അയാൾ കരിപ്പൂരിന്ന് അയാളെ വീട്ടിലേക്ക് പോവാണ്. പയ്യോളിക്കടുത്ത് അയാളുടെ വീട്. അവിടേക്ക് പോകുമ്പോ ബൈപ്പാസ് വഴി വരുമ്പോ അയാൾ ഫറൂഖ് കോളേജിൽ കയറി എന്നെ കാണുക. കുറെ നേരം എന്റെ മുന്നിൽ കരഞ്ഞു. വലിയൊരു മനുഷ്യൻ. ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളൊരു പേടിയും പേടിക്കണ്ട, നേരെ പോവുക, മോളെ പൂട്ടിയിട്ട റൂം തുറക്കുക, വാതിൽ തുറന്ന അറ്റക്കണ്ട് കയറുക, ഓളെ പ്രേമം അതോടുകൂടി പൊളിയും. പറഞ്ഞ പോലെ തന്നെ അയാൾ നേരെ വന്നു. ആ മോളെ വീട്ടിൽ തുടങ്ങല്ല, ആ റൂമിന്റെ വാതിലോട് തുറന്നതും മോളെ ഓടി വന്ന് ബാപ്പനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിന് ബാപ്പ കുറെ നേരം ബാപ്പയും കരഞ്ഞു. ബാപ്പ റൂമാണ് കുറ്റിയിട്ട്. എല്ലാരും വിചാരപ്പം കിട്ടും അടിയുന്ന. എല്ലാരും അതാണല്ലോ, പ്രേമുണ്ടെങ്കിൽ അടിച്ചിട്ട് മീൻ മരിഞ്ഞൊരു ആക്കിണ്ടാവും, എന്നിട്ടാ കൊണ്ടുവരിക കൗൺസിലിങ്ങിന്. എന്നിട്ട് ബാപ്പ പറയും എന്നെ കൊണ്ടാണേലൊക്കെ ഞാൻ ചെയ്തിട്ട് നിങ്ങളും ഓള് പിന്നെ ഇങ്ങോട്ട് പോരും. ഈ ബാപ്പ റൂമിന്റെ വായിലാണ് കുറ്റിയിട്ട് അച്ഛക്കണ്ട് കയറി ബാപ്പയും മോളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒരുപാട് നേരം ബാപ്പ കട്ടിലിരുന്നിട്ട് മോളോട് ചോദിച്ചു, മോളെ എനക്കാ പ്രേമം വേണോടി? ഓള് പറഞ്ഞു എനിക്ക് പ്രേമം വേണ്ട, ബാപ്പനെ മതി.
ഗൾഫില് സുന്ദരമായി സൗദി അറേബ്യയില് ബിസിനസ് നടത്തി പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോയിരുന്ന ആ മനുഷ്യൻ ആ വരുത്തോട് കൂടി ആ പരിപാടി അവസാനിപ്പിച്ചു. കണ്ടോ? ഒറ്റ ഡിമാൻഡ് മോള് വെച്ചു, എനിക്ക് ബാപ്പനെ മതി, പ്രേമം വേണ്ട. ബാപ്പ പറഞ്ഞു ബാപ്പ അവിടെ ഉണ്ടാവും, എത്ര കോടി നഷ്ടം വന്നാലും വേണ്ടില്ല, ബാപ്പ അവിടെ ഉണ്ടാവും. ആ ബിസിനസ് അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് നഷ്ടത്തില, ആദ്യം ഉണ്ടായ അത്ര ലാഭമൊന്നുമില്ലെങ്കിലും ആ ബിസിനസ് നടക്കുന്നുണ്ട്. അയാൾ നാട്ടിലുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് പോരും. ഇതുവരെ മോളെ ഇട്ടൊന്നും മര്യാദക്ക് നിൽക്കാൻ സമയമില്ല. ആ മോക്കിപ്പോ ഒരു പ്രേമമില്ല, ഒരു പ്രശ്നമില്ല, സുന്ദരമായിട്ട് പഠിക്കുന്നു. ഇപ്പൊ നിക്കാഹ് കഴിഞ്ഞു, എന്നെ വിളിച്ചിരുന്നു നിക്കാഹിന്. ആലോചിച്ച് നോക്ക്, എന്ത് രസമുണ്ട്. അപ്പൊ എന്താ, ചുറ്റും പുഞ്ചിരി വിതറുന്ന വീടുണ്ടോ നിങ്ങൾക്ക്? ഈ സ്വഭാവത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന്റെ മനഃശാസ്ത്രം നമ്മൾ മാറ്റുക. എളുപ്പമാണ് സാധനം, വളരെ എളുപ്പ. ഉണ്ടോ? നിങ്ങൾ പറ. ഞാൻ ചോദിക്കട്ടെ, രാവിലെ സ്കൂളിൽ പോണ സമയത്ത് ഒരു യുദ്ധമാണ് വീട്ടില്, അല്ലേ? അതിൽ നമുക്ക് ഇടപെടാൻ പറ്റൂല. ചോറാക്കണം, യൂണിഫോം, മക്കള്, അടിയും പിടിയും, ഒരു യുദ്ധ വീട്ടില് രാവിലെ. പോട്ടെ, അതങ്ങനെ നടക്കുള്ളൂ. എല്ലാവർക്കും ഒരേ സമയത്ത് ഇറങ്ങണം. അപ്പൊ ഉമ്മ തിരക്കിലായിരിക്കും, ദേഷ്യത്തിലായിരിക്കും, പ്രശ്നമാണ്. ഓക്കെ, നോ പ്രോബ്ലം, അങ്ങനെ പോട്ടെ. വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴോ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അറിയില്ലേ കുട്ടീന്റെ ബസ് എപ്പോഴാ വരിക? ഞാൻ പെണ്ണുങ്ങളോടാ ചോദിക്കുന്നത്. നീ പെണ്ണുങ്ങളെ കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ പോയി ചോദിക്കണം, എടി ഇവിടെ വാ, എനിക്കറിയില്ല ബസ് എപ്പോഴാ വരിക? നമുക്കറിയാം, ഭാര്യക്കറിയാം. ആ പെണ്ണിനറിയാം ബസ് എപ്പോഴാ വരിക. 4:15 ഗേറ്റിന് മുമ്പിലെത്തും. നിങ്ങൾക്ക് എന്താ ആ 4:15 ആ കേറ്റി കുത്തിയ മാക്സൊക്കെ ഒന്ന് അയച്ചിട്ട് ആ മുടിയൊക്കെ ഒന്ന് മര്യാദയ്ക്ക് വെച്ച് ഒരു നല്ല മോന്തയിട്ട് അവിടെ നിന്നാൽ നിൽക്കൂല. എന്താ? തിരക്കന്നെ, പണി തീർക്കണ്ടേ? പണി തന്നെ പണി, പെരും പണി. പിന്നെന്താ ചെയ്യാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. വളരെ എളുപ്പ കാര്യം എന്നാ ഞാൻ പറഞ്ഞേ. ആ കുട്ടികൾ സ്കൂളിൽ വരുമ്പോ ഉമ്മ കൊലായിൽ ഇങ്ങനെ ഒക്കെയാണ്, നല്ല ഡ്രസ്സില്. പെണ്ണുങ്ങൾ അങ്ങനെ കിട്ടാറുള്ള വലിയ ഭാഗ്യ. ഇതൊരു മാക്സി അഡ്ഡ എന്നിട്ട് കയറ്റി കുത്തിവെച്ചിട്ടുണ്ടാവും. മുടി പിന്നെ കെട്ടുന്ന സ്വഭാവം ഇല്ല, അത് ഉള്ള കാലത്ത് ഉണങ്ങലും ഇല്ല. ഉണ്ടോ? ഉള്ള കാലത്ത് അത് ഉണങ്ങലും ഇല്ല. എന്നാ അതൊന്ന് മുറിച്ചിട്ടാണ് പറഞ്ഞാൽ കേൾക്കൂല, പ്രശ്നം. എന്നിട്ട് അതങ്ങനെ അയച്ചുവിട്ട് കയറ്റി കുത്തി മുടിയും വലിച്ചു വാരി കെട്ടി ഇങ്ങനെ നിൽക്കും. കുട്ടികൾ സ്കൂളിട്ടുന്ന സമയത്ത് ആ കൊലായിൽ ഉമ്മണ്ട് ചിരിച്ചിട്ട് നിൽക്കുക. ആ മോൻ വന്നോ? മോൻ പറയും അസ്സലാമലൈക്കും ഉമ്മ. വലൈക്കും അസ്സലാം, വാ. എന്ത് രസമുണ്ട്. ഏത് ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഈ കുട്ടി പോണ്ടി? നിങ്ങൾ പറ. കണ്ടോ? ഇതിപ്പോഴത്തെ അവസ്ഥ എന്താ അറിയോ? കുട്ടി സ്കൂൾ വിട്ടിട്ടുണ്ട് വരും. കുട്ടി സ്കൂൾ വിട്ട് വന്ന് കൊലായിലെത്തുമ്പോ കുട്ടി വിളിക്കും ഉമ്മ, ഒരു ജവാബുണ്ടാവില്ല. ഈ പെണ്ണുങ്ങൾ ആകെയുള്ള ഒരു പ്രശ്നം, വിളിച്ചാ വിളിയേക്കൂല. കണ്ടോ? രണ്ടാമതും കുട്ടി വിളിക്കും ഉമ്മ, ഉമ്മക്ക് വിളിയേക്കൂല. ഉമ്മ അടുക്കളയിൽ ഉണ്ടാവും, കേൾക്കൂല, ഒരു വാശിയാ, കേൾക്കൂല. മൂന്നാമത് ഓനൊന്ന് കട്ടിക്കൂട്ടി വിളിക്കും ഉമ്മ. അപ്പൊ അവിടുന്ന് ഒരു കട്ടിക്കൂട്ടി വിളിയേക്കും. എന്താ? കുട്ടി അറിയോ? ഒന്നുമില്ല, ഓനൊന്ന് സ്നേഹിക്കാൻ വേണ്ടി വിളിച്ചതാ. അതിന് അവിടുന്ന് ഒരു ഭാവം. ഈ കുട്ടി എന്താ ചെയ്യുന്നുണ്ട്? ഈ കുട്ടി എങ്ങനെ നന്നാവുക? പുതിയാപ്പിള വരുന്ന സമയം നിങ്ങൾക്ക് അറിയില്ലേ? പോട്ടെ, അയാൾ എന്തായാലും വരെ ഒന്നുകിൽ കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഇരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചെങ്കിലും കേൾക്കൂലേ? നിങ്ങളെ പുതിയാപ്പിള ഒരു കള്ളന്മാരൊന്നുമില്ലല്ലോ, അല്ലേ? അറിയാം ഏകദേശം എപ്പോഴാ മൂപ്പര് വരിക നിങ്ങൾക്ക് അറിയാം. വണ്ടിന്റെ ഒച്ചയൊക്കെ അറിയാം, നമ്മൾ വേണ്ടി ചെയ്യില്ല. ആ സമയത്തൊന്ന് ചിരിച്ചിട്ട് വാതിക്കലൊന്ന് പോയിന്ന എന്ത് രസം ഉണ്ടാവും. ചിരിക്കാറുണ്ട് നമ്മള്. എത്ര ടെൻഷൻ അടിച്ച് വരുന്ന ഭർത്താവാണെങ്കിലും ആ ഭർത്താവ് ആ ഭാര്യന്റെ പുഞ്ചിരി കാണുമ്പോ ഒരു സമാധാനം. എന്തായിരുന്നു ആ ബിസിനസ്, എന്തൊരു ടെൻഷൻ. ഇവിടെ വന്നപ്പോഴാ എന്റെ ടെൻഷൻ പോയത്. ഇതങ്ങനെയാണോ? നേരെ തിരിച്ചാ. അത് ചിന്തിച്ചു നോക്ക്. ഒരു ബിസിനസ്സുകാരനായ ഭർത്താവ് ആക്സിഡന്റ് പറ്റിയത്രേ. ബിസിനസ്സുകാരനായ ഭർത്താവ് പൊടിഞ്ഞ തിരക്കായ, ഫുൾ ടെൻഷൻ. അയാൾക്ക് ആക്സിഡന്റ് പറ്റി. അയാൾ ഓടിച്ച കാറ് ഇടിച്ചിട്ട് തലക്ക് പരിക്ക് പറ്റി, ബോധം പോയി. ആൾക്കാരൊക്കെ കൂടി എടുത്ത് ഇയാൾ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രിയിൽ നിന്ന് ഇയാളെ പോക്കറ്റൊക്കെ തപ്പി നമ്പറൊക്കെ എടുത്തിട്ട് ഭാര്യയ്ക്ക് വിളിച്ചു പറഞ്ഞു, ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ആരാണ്, ഭാര്യയാണോ? ഇയാൾക്ക് ഭയങ്കര സീരിയസ് ആണ്, പെട്ടെന്ന് ആശുപത്രി വരണം. ഭാര്യ കരഞ്ഞു പിടിച്ച് ഓടി വന്ന പൈസയിലാണ്, അല്ലേ? പിന്നെ സങ്കടത്തിൽ നിൽക്കുക, ആശുപത്രി കാണാൻ പറ്റില്ലല്ലോ. ആകെ സങ്കടത്തിൽ ഇയാൾ ഓപ്പറേഷൻ നടക്കുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് പേര് വിളിച്ചപ്പോ ഈ പെണ്ണ് ഞാനാണ് എന്ന് പറഞ്ഞപ്പോ ഒരു ബാണ്ട കൈക്കട കൊടുത്തു. അയാളെ പാന്റും കുപ്പായും ബെൽറ്റും മൊബൈലും പേഴ്സും അടുത്ത ഷൂവും സോക്സും ഒക്കെ അയക്കേണ്ടതൊന്നും ICUവിൽ ആവശ്യമില്ല.
ICUവിൽ വേറെ നല്ല ഷോർട്ട് ടോപ്പ് ചുരിദാറൊക്കെ തരും. ഉണ്ടോ? ഇതൊന്നും ആവശ്യമില്ല. ICUവിൽ നിന്ന് ഇതൊക്കെ എടുത്ത് ഭാര്യനെ കൈ കൊടുത്തു. ഭാര്യ അതും കെട്ടിപ്പിടിച്ച് നിൽക്കുക. കുറച്ച് കഴിഞ്ഞ് റൂമിൽ പോയി ഭാര്യ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടത്രേ ഈ ഭാര്യയുടെ വലിയൊരു ഫോട്ടോ ഇയാളെ പേഴ്സിൽ. പെണ്ണുങ്ങളെ ഫോട്ടോ. ഈ പെണ്ണാണെങ്കിൽ എന്നും കച്ചറ ഭർത്താവായിട്ട്. ഓളെ ഫോട്ടോ ആണ് ഇയാളെ പേഴ്സിൽ. ഭാര്യക്ക് അങ്ങോട്ട് സങ്കടം സഹിക്കുകയാൻ വയ്യ. ഇത്രയും സ്നേഹമുണ്ടായിരുന്നല്ലോ എന്റെ ഭർത്താവിന്, എന്നിട്ട് ഞാൻ അയാളോട് ഇത്രയും പ്രശ്നമുണ്ടാക്കിയാണല്ലോ പെരുമാറിയത്. ഓക്കെ സങ്കടം സഹിക്കാൻ വയ്യ. സ്നേഹം ഇങ്ങനെ കൂടുക. പക്ഷെ ഭർത്താവ് കിടക്കണ ICUവില. ഇങ്ങോട്ട് കിട്ടുമെന്നറിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു. ഭർത്താവിന് ബോധം തെളിഞ്ഞു. തിരിച്ചു വന്നു. ഒരു പ്രശ്നമില്ല. അയാളിങ്ങനെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. റൂമിലേക്ക് മാറ്റി. റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം ഭാര്യയും ഭർത്താവും മാത്രം റൂമിലൊറ്റക്കായി. ഭാര്യ റൂമിന്റെ വാതിലൊക്കെ, ആസ്പത്രിന്റെ റൂമാ, വാതിലൊക്കെ കുത്തിയിട്ട് മൂപ്പര് ഇങ്ങനെ വന്നിരുന്ന് പൊട്ടിയ കൈയൊക്കെ ഇങ്ങനെ തടവി കൊടുത്തു. എന്നാലും നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മൂപ്പര് ചോദിച്ചാൽ എന്താ എനിക്ക് ഇപ്പോൾ ഒരു മനസ്സിലാവില്ല. ഓള് വേഗം പോയിക്കാണ്ട് വലിപ്പന്ന് പേഴ്സ് എടുത്തുകൊണ്ടുവന്നു. സാധാരണ അങ്ങനെയുള്ളൂ. ഈ പുതിയാപ്പിളാര് പേഴ്സ് വല്ലാതെ പെണ്ണുങ്ങളെ കാണിക്കൂല. കാണിച്ചാൽ വലിയ ഇടങ്ങാറാ. അതുകൊണ്ട് കാണിക്കാത്ത വെച്ച സാധനം. ആക്സിഡന്റ് ആയപ്പോൾ നേഴ്സ് കൊടുത്തപ്പോഴാണ് കണ്ടത്. അപ്പൊ ഈ പേഴ്സ് കൊണ്ടുവന്നിട്ട് തുറന്നിട്ട് ഭർത്താവിന് മുമ്പ് കാണിച്ചിരുന്നില്ല. നീ കണ്ടോ, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫോട്ടോ ആണല്ലോ നിങ്ങളെ പേഴ്സിൽ. ഈ ഭർത്താവ് ഓളോട് പറഞ്ഞു, എടി ഭാര്യയെ, ഇത് ഞാൻ അതിന് വെച്ചതൊന്നുമല്ല. അനക്കറിയാലോ ഞാനൊരു ബിസിനസ്സുകാരനാണ്. എപ്പോ നോക്കിയാലും ടെൻഷനാ. എനിക്ക് വലിയ ടെൻഷൻ വരുമ്പോ ഞാൻ ഈ പേഴ്സ് എടുത്ത് തുറന്നു നോക്കും. അപ്പൊ എനിക്ക് സമാധാനം കിട്ടും. എന്ത് സമാധാന? ഇതിനേക്കാളും വലിയ പ്രശ്നമല്ലല്ലോ ഇപ്പൊ അതൊന്നും. അല്ലല്ലോ അല്ലേ? അപ്പൊ ഒരു സമാധാനമാണ് മൂപ്പർക്ക്. ഓ കണ്ടോ, മൂപ്പര് ഏറ്റവും വലിയ മനസ്സമാധാനം ഇതാണ്. അപ്പൊ മൂപ്പർക്ക് ഒരു സമാധാനം. ഈ ഭാര്യ മൂപ്പർക്ക് സമാധാനം കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെയാണോ നമ്മളൊന്ന് ചിരിക്കാറുണ്ടോ വീട്ടില്? ആണിനോടും പെണ്ണിനോടും ഞാൻ ചോദിച്ചില്ലേ. ഇനി അവസാനം കുറ്റം പറഞ്ഞു പോയി മൂപ്പര് പെണ്ണുങ്ങളെന്ന് അറിയുന്നത്. ഞാനും കുറ്റം പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ചുറ്റും പുഞ്ചിരി വിതറുന്ന ഒരു പെണ്ണാവാൻ, ആണാവാൻ, ബാപ്പയാവാൻ, ഉമ്മയാവാൻ, മക്കളാവാൻ, അമ്മായി അമ്മയാവാൻ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനത ഒന്ന് ചിരിക്കാന്നാണ്. പഠിപ്പിച്ചു കൊടുക്കുക. ഒന്ന് ചിരിച്ചാ മതി. ചിരിച്ചാ അലിയാത്തതൊന്നുമില്ല. എത്ര ചൂടായിട്ടാണ് ചിരിച്ചാ മതി. എന്താ വർത്താനം? കഴിഞ്ഞു. ഇത് ഭർത്താവ് ചൂടിലാണെങ്കിൽ ഭാര്യയും ചൂടില്. നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. പണ്ട് ഒരാളിന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞു, ഭർത്താവ് വയലന്റ് ആവുമ്പോ നിങ്ങളൊന്ന് സൈലന്റ് ആവണം. ഭർത്താവ് സൈലന്റ് ആവുമ്പോ നിങ്ങൾ വേണമെങ്കിൽ വയലന്റ് ആയിക്കോ. ഇത് രണ്ടാളും കൂടി വയലന്റ് ആവും. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാളും സൈലന്റ് ആവും. പിന്നെ മുണ്ടില്ല. ഇത് നടക്കൂല. നബി അലൈഹി സ്വലമയുടെ ഒരു ഭാര്യയുടെ അടുത്തേക്ക് നബി വരുന്നു. വേറൊരു ഭാര്യന്റെ അടുത്തുനിന്ന് ഭക്ഷണം വാങ്ങിയിട്ട് നബി ഭാര്യന്റെ അടുത്തേക്ക് കയറി വരിക. ഭാര്യ ചോദിച്ചു നബിയോട്, ആയിഷ ചോദിച്ചു നബിയോട്, എവിടുന്ന നബിയെ ഭക്ഷണം? നബി പറഞ്ഞു, ഇത് വേറൊരു ഭാര്യന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയതാ. ദേഷ്യം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഒരൊറ്റ തട്ടാ പാത്രം, ഒറ്റ തട്ട്. ആ പാത്രം ആകാശത്തേക്കുയർന്ന് മലക്കം മറിഞ്ഞ് ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ നിലത്ത് വീണ് ചിന്തിച്ചിതറി. അല്ലേ? ഒരൊറ്റ തട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്നു, നബി ഒരക്ഷരം മിണ്ടിയില്ല. നമ്മളൊക്കെ ആണെങ്കിലും ആ പാത്രം നിലത്തേക്ക് വീണ ഒച്ചന്റെ മുമ്പ് അവിടെ വേറൊച്ച കേൾക്കാം. എന്താ? ഞാൻ പറയണ്ടല്ലോ, കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ ട്രീറ്റ് ചെയ്ത് എങ്ങനെയാ കണ്ടോ? ഭാര്യ വയലന്റ് ആണ്, നബി സൈലന്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൊണ്ട് ആ ഭക്ഷണം ഇങ്ങനെ നിലത്തുനിന്ന് പെറുക്കിയിട്ട് പ്ലേറ്റ് എടുത്തേക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ തട്ടിയ ഭാര്യക്ക് സഹിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ അടുത്ത് വന്നിട്ട് നബിയോട് പറഞ്ഞു, നബി എന്നെന്തെങ്കിലും ഒന്ന് പറയും. നബി പറഞ്ഞു, മുണ്ടില്ല. ആ ചെന്നിട്ട് നബിയെ പിടിച്ചു പറഞ്ഞു, എന്നൊന്ന് തല്ല്, എന്തെങ്കിലും ഒന്ന് പറയും. നബി ചോദിച്ചു, നീ ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി നബിയെ, ഞാൻ ഇനി ആവർത്തിക്കൂല. വെരി ഗുഡ്, കഴിഞ്ഞു, പ്രശ്നം തീർന്നു. നമ്മളാണെങ്കിലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പിറ്റേന്ന് ഓളയും കൊണ്ട് പോകേണ്ടി വരും, മുഖം വീങ്ങീന്. കിട്ടിയിട്ടുണ്ടാവും 4 വിരല്, ഒരു പല്ലും പോയിണ്ടാവും. പത്രം തട്ടിയതാ. അടിയും പിടിയും നായാട്ടും
എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ നോക്കിയത്? ഞാനതാ പറഞ്ഞത്. ഒരാള് വയലന്റ് ആകുമ്പോ മറ്റേ ആള് സൈലന്റ് ആവലാണ് ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ മനഃശാസ്ത്രം. നിങ്ങൾ നിങ്ങളെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആളുകളുടെ മുമ്പിൽ വെച്ച് വഴക്കടിക്കരുത്. എന്തെങ്കിലും പറയാണ്ടോ ബെഡ്റൂമിൽ കൊണ്ടേക്കും. അല്ലേ? നിങ്ങളൊന്നുകൊണ്ട് പേര് ഇത് എവിടുന്നൊക്കെ തല്ലുന്നല്ലോ. ടെക്സ്റ്റൈൽസ് പോയാൽ അവിടുന്ന് വെച്ചാ, എവിടേക്കെങ്കിലും പോയാൽ അവിടുന്ന് വെച്ചാ. ഇതെങ്ങനെയാ നടക്കുക? അപ്പൊ ഇസ്ലാമിന്റെ മനഃശാസ്ത്രം എന്താ? പുഞ്ചിരി വിതറുന്ന ഭാര്യയുണ്ടോ, പുഞ്ചിരി വിതറുന്ന മക്കളുണ്ടോ, ഭർത്താവുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. ഇനി അടുത്തത് ഗുണം പറഞ്ഞ് ദോഷം പറയുക ഉണ്ടോ? നിങ്ങൾ പറ, ഉണ്ടോ? നമ്മളെ മലപ്പുറത്തുകാർക്ക് ഒരു ഭാഷനുണ്ട്. എന്താ അറിയോ? എന്റെ മോൻ കുരുത്തക്കെട്ട് വെച്ച് ഞാൻ ചീത്തറിഞ്ഞു, പെണ്ണുങ്ങളെ ഞാൻ ചീത്തറിഞ്ഞു, മക്കളെ ഞാൻ ചീത്തറിഞ്ഞു, ചീത്ത പറഞ്ഞു എന്നാ. എന്നാ തെക്കോട്ട് പോയാൽ അവര് പറയും എന്റെ മോനെ ഞാനൊന്ന് ഗുണദോഷിച്ചു. ഉണ്ടോ? ഗുണം ദോഷം, ഗുണദോഷം, ഗുണദോഷിച്ചു, ഗുണം പറഞ്ഞ് ദോഷം പറഞ്ഞു. മോനെ നമ്മുടെ കുട്ടി മഗ്‌രിബ് നിസ്കരിച്ചില്ല, അപ്പോലൊരു മടി, പാപ്പം കെട്ട് വന്ന് കൊടുത്ത് നാലെണ്ണം പോയി നിസ്കരിക്കണം. ചെക്കനിങ്ങനെ തിരിഞ്ഞു കളിച്ച് ഒന്നൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നിസ്കരിച്ചോ? ഓ നിസ്കരിച്ചു. അങ്ങനെ പെങ്ങളെ നിസ്കരിപ്പിക്കണ്ട. എന്താ കഴിഞ്ഞു. എന്നാലോ ഈ ബാപ്പ വിളിക്കാണ്. ആര്? ലുക്മാൻ വിളിച്ച പോലെ ബാപ്പ വിളിക്കാണ്. വിളിച്ചിട്ട് ബാപ്പ പറയാം മോമ്പട വാ. സുബഹി നിസ്കരിച്ചില്ല നീ? പിന്നെ എന്തൊരു നല്ല മോന, അസറും നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചു, ഇനി മഗ്‌രിബ് പോയി കൂടി നിസ്കരിക്കാം. പല മോൻ നിസ്കരിച്ചു. നിസ്കരിക്കില്ലേ മക്കള്? നീ വാ, ഇപ്പന്റെ കൂടെ വാ. നിസ്കരിക്കില്ലേ മക്കള്? ഉമ്മ കാണുമോ? ഈ ഉമ്മക്കുള്ള കുഴപ്പതല്ലേ? ഉമ്മന്റെ കംപ്ലൈന്റ് എന്താ? എന്റെ മോക്ക് 18 വയസ്സ്, എന്റെ മോക്ക് 17 വയസ്സ്. പ്രധാനപ്പെട്ട കംപ്ലൈന്റ് എന്താ? ഓൾ അടുക്കളയിൽ പണിയെടുക്കില്ല. ഇല്ലേ? ഉണ്ട്. അടുക്കളക്കാണ്ട് വരില്ല. എന്താ നമ്മളെ കുട്ടികൾ അടുക്കളക്കകത്ത്? നമ്മളെ സ്വഭാവം ഇല്ലേ? ബാപ്പ പയറ് കൊണ്ടുവന്നു, 300 ഗ്രാം പയറ് കൊണ്ടുവന്നു. പയറ് കൊണ്ടു. ഉമ്മ മോളോട് പറഞ്ഞു മോളെ പയറൊന്നരി. മോള് അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് പയറൊക്കെ അരിഞ്ഞിട്ടൊരു പാത്രത്തിലിട്ടിട്ട് ഉമ്മ കൊടുത്തു. ദാ പിടിച്ചോളി. ഉമ്മന്റെ പണി എന്താ? ഇമ്മ എന്താ ചെയ്യാ? ഞങ്ങള് പറ. നമ്മളൊക്കെ വീട്ടിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ഇമ്മ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞുതരാം. ഉമ്മ വിരലിട്ടിട്ട് ഇങ്ങനെ തരും. ഉമ്മ എന്താ തരുന്നത്? ഈ അരിഞ്ഞ പയറിൽ വിരലിട്ടാണ്ട് ഇങ്ങനെ തരും. ഉമ്മ എന്താ തരുന്നത്? പുഴുണ്ടോ നോക്കുക. എന്താ ഉമ്മ തരുന്നത്? പറഞ്ഞോ? നിങ്ങള് കുടുംബം തകരൂല, ഞാൻ ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ പറഞ്ഞോ? ഉമ്മ എന്താ തരുന്നത്? നിങ്ങള് ഒന്നും അറിയാത്തവര് ഇരിക്കണ്ട. നിങ്ങള് ധൈര്യത്തിൽ പറഞ്ഞോ. പുഴുവിനെ. പിന്നെ അതാ അറിയാത്ത ഏതെങ്കിലും കഷ്ണം ഉണ്ടോ നോക്കുക. അതെന്തിനാ നോക്കണേ? കുറ്റം പറയാൻ എന്തിനാ നോക്കണേ? അതണ്ട് വെച്ചാ പോരെ. അല്ലെങ്കിൽ ഇതിന് ഈ പയർ അരിയേണ്ട കാര്യമൊന്നുമില്ല എന്നാ എന്റെ ഒരു ഇത്. അതങ്ങനെ പൊഴിഞ്ഞാൽ തിന്നാനും സുഖം ഉണ്ടാവും. കുറ്റം നിർത്താണ്ട് ഇങ്ങനെ ഒരു എങ്ങനെ മാറി തിന്നുണ്ട്. പോട്ടെ, ഇതെന്തിനമ്മത് നോക്കണേ? എന്നിട്ട് അതിന് കണ്ടുപിടിച്ച് കൊണ്ടേരി ഒരു കഷ്ണം. ഇതെന്താടി ഇത്? ഇങ്ങനെയടി പയറരിയ? ഇതൊക്കെ ആരാന്റെ വീട്ടിൽ? നിങ്ങളെ കുട്ടിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്കതാ. 8ാം ക്ലാസ്സിന് തുടങ്ങും ഓൾ ആരാന്റെ വീട്ടിൽ കറങ്ങിയേക്കാൻ. 8ന്ന് തുടങ്ങും. ഒക്കെ പ്രായപൂർത്തി ആയി കിട്ടാൻ കാത്തിക്കമ്മ. പിന്നെ ആരാന്റെ വീട്. അതുകൊണ്ടാണല്ലോ എത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നമ്മളെ വീട് ഇപ്പോഴും ആരാന്റെ വീടാണല്ലോ. അല്ലേ? ഈ 50 വയസ്സായ അമ്മനോട് ചോദിച്ചോക്കെ ഉമ്മ ഇത് ആരാന്റെ വീട്? എന്റെ വീട്ടിൽ കോട്ടെ. ഇത് ചെറുപ്പത്തിലേ ഉമ്മാര് പറഞ്ഞു പഠിപ്പിച്ചാണ്. പുതിയാപ്പിളുടെ വീട് ആരാന്റെ വീട്. പുതിയാപ്പിള ആരാണ്? എന്താ പറയപ്പത്? ആലോചിക്ക്. ഏറ്റവും അടുത്ത ബന്ധം ഒന്ന് ഭാര്യ ഭർത്തൃ ബന്ധം. അത് പറഞ്ഞു കൊടുക്കൂല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം മക്കൾക്ക്? ഇല്ല. കല്യാണം കഴിച്ചിട്ട് ആകെ പ്രശ്നം നമ്മളെ മക്കള്. വേറെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. ആകെ ഉമ്മ പറഞ്ഞു കൊടുക്കുക ആരാന്റെ വീട്ടിൽ പോകാനാണ്. അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാ പണിയെടുക്കണം. വേറൊരു കുണ്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. മോളി ഇങ്ങനെ ചിന്തിക്കും. കുട്ടികൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അപ്പൊ അടിമപ്പണിക്ക് പോവാണ് അവിടെ. എന്നാ ഭർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെ പെരുമാറേണ്ടത് പറഞ്ഞെടുക്കോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഗുണം പറഞ്ഞ് ദോഷം പറയാറുണ്ടോ? മക്കളോട് പറയാറുണ്ടോ? ഈ പയററിഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞേ? എന്തൊരു രസം എന്റെ മോള് പയററിഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ ഓള് പിറ്റേന്ന് അരിയില്ലേ? അരിയും. നിങ്ങളെ മോളെന്താ അടുക്കളക്കാത്ത്? ഓള് നിലം തുടച്ചു. നിങ്ങളെന്താ കാണുക? പറഞ്ഞോ. നിങ്ങളെ കുട്ടി നിലം തുടച്ചു. നിങ്ങളെന്താ കാണുക?
അപ്പൊ പെണ്ണുങ്ങൾ എന്താ കാണുക? എവിടെ തുടയ്ക്കാത്ത അവിടെ തന്നെ കാണും, അവിടെ തന്നെ കാണും ചെയ്യും. അങ്ങനത്തെ ഒരു കണ്ണത് കുറ്റം കാണാനേ ഭയങ്കര സംഭവമാണ്. ആപ്പിളൊക്കെ വാങ്ങാൻ പെണ്ണുങ്ങളും കൊണ്ട് പോയി കണ്ടി നിങ്ങൾ വാങ്ങൂല, തിരിച്ചു മറിച്ച് ഒരു കുത്ത് കണ്ടുപിടിക്കും. ആ ഇതിന് മുകളിൽ കുത്തുണ്ട്, പീഡിയക്കാരൻ ഒരാളച്ചു പോയിക്കോളൂ, നിങ്ങൾക്ക് ഇവിടെ ആപ്പിളില്ല, കുത്തില്ലാത്ത വാങ്ങിക്കും. നിങ്ങൾ ആലോചിക്ക്. അപ്പം കുട്ടികൾ നിലന്ന് വിളിച്ചാലോ തുടയ്ക്കാത്തത് കണ്ടെത്തും, എന്നിട്ടോ ആ തുടച്ചത് മുഴുവൻ ബാത്തിലാക്കും. അല്ലേ? ഈ കുട്ടി എന്തെങ്കിലും ഒന്ന് വെച്ചാലോ ഈ കുട്ടി പയറരിഞ്ഞിണ്ടാവും, ഈ ഉമ്മ നോക്കിയില്ലാന്ന് വിചാരിക്കുക. ഉമ്മ പയറ് വെച്ചപ്പം വേവ് കുറഞ്ഞു പോയി, ആർക്കാ കുറ്റം ഉണ്ടാവുക? തിന്നുമ്പോ ബാപ്പ വെച്ച് ഇതെന്താടി വേവാത്ത്? ഞാൻ പറയും എങ്ങനെ വേവുക, ഓളല്ലേ അരിഞ്ഞേ ശരിയായിട്ടില്ല. ഓൾ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും, ഓളിങ്ങനെ പൊല്ലു അടിക്കണ്ടാവും, നോളം ഇങ്ങോട്ട് കൊണ്ടുവരും അരിയാൻ, ഞാൻ നല്ല അരിഞ്ഞിട്ട് ഓൾ അറിയിച്ചാണല്ലോ വേവാഞ്ഞ്. എന്തപ്പോ ഇതിനൊക്കെ പറയാ? നിങ്ങൾ പറ. അപ്പം മക്കളോടാവട്ടെ, ഭാര്യയോടാവട്ടെ, ഭർത്താവിനോടാവട്ടെ ഗുണം പറഞ്ഞ് ദോഷം പറയാറുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്, ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലായി, 20 കൊല്ലം, 40 പെരുന്നാൾ കഴിഞ്ഞു. 20 കൊല്ലം 40 പെരുന്നാൾ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് മുതൽ പെരുന്നാളിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് നബിദിനം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ 6:30 തുടങ്ങണമെന്ന് വിളിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് എത്തിയത് കണ്ടോ. കാരണം 2 നബിദിന റാലിനെ ഞാൻ കുടുങ്ങി. ഇന്ന് 2 റോഡൊക്കെ ബ്ലോക്കാക്കി നബിനെ സ്നേഹിക്കുക കണ്ടോ. വലിയ ആഘോഷം. അപ്പോ പെരുന്നാളൊക്കെ വിട്ട് പോട്ടെ. 20 കൊല്ലം കല്യാണം കഴിഞ്ഞു, എന്നിട്ട് 40 പെരുന്നാൾ കഴിഞ്ഞു. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും 40 പെരുന്നാളിലും ഭർത്താവ് ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തു. 41ാമത്തെ പെരുന്നാളിന് ബിസിനസ് ഇത്തിരി ഒന്ന് ടൈറ്റായി, പൈസ ഇത്തിരി ഒന്നും കയ്യിലില്ലാതെയായപ്പോ ഓളോട് പറഞ്ഞെടി ഈ പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ നിവൃത്തിയില്ല, ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പെണ്ണുങ്ങൾ പറയുമോ എന്താ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാലോ. പക്ഷെ ഓളെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യും. പിന്നെ എപ്പോഴും എന്തായിരിക്കും പറച്ചില്? എന്തായിരിക്കും? താണി വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുത്തരാൻ പൈസയാണ്, ബിസിനസ് ആണല്ലോ ബിസിനസ് ഉണ്ടാവും. ഇങ്ങനെ കുത്തും. അതിലും നല്ല എന്താ അറിയോ, ആരോടെങ്കിലും കടമ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് നോക്കുക. ആ കടക്കാരനെ കേട്ടാൽ മതി, കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും. ഇതൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഗുണം പറഞ്ഞു ദോഷം പറഞ്ഞോ? എന്റെ ഭർത്താവ് നിങ്ങൾ 20 കൊല്ലം എനിക്ക് എടുത്തെന്നില്ലേ? നിങ്ങൾ ആലോചിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു അത്രേ, ഒരു സ്വഹാബി വനിതയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ആ സ്വഹാബി വനിത സ്വർഗത്തിലാണ്. നബി പറയാം. സ്വഹാബി വനിതകൾ ഇത് കേട്ടതും ആ പെണ്ണിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നപ്പോ ഒരു മരം വെട്ടുകാരന്റെ ഭാര്യ, സാധാരണ കുടുംബം, പട്ടിണി പാവം, ആ പെണ്ണ സ്വർഗത്തിലാന്ന് നബി പറഞ്ഞ്. ഉടൻ ആ പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് സ്വഹാബി വനിതകൾ ചോദിച്ചു അത്രേ, നിങ്ങൾ എന്താ ചെയ്യല്, നിസ്കരിക്കൽ എങ്ങനെ? ചോദ്യ. ഈ പെണ്ണ് പറഞ്ഞു, ഞാനെന്ത് സാധാരണ പോലെ നിസ്കരിക്കുന്ന മുമ്പ് ഇതൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. പെണ്ണുങ്ങൾ പറഞ്ഞു, അല്ല നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നബി പറയുന്നു, എന്താ നിങ്ങൾ ചെയ്യല്? ഈ പെണ്ണ് അന്തം വിട്ടുപോയി. നബി എങ്ങനെ പറഞ്ഞു? ഞാനൊന്നും ചെയ്യലില്ലല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെ ചെയ്യലൊന്ന് പറഞ്ഞേ. ഈ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് മരം വെട്ടുകാരനാണ്, അയാൾ രാവിലെ മരം വെട്ടാൻ വേണ്ടി ഇറങ്ങുമ്പോ ഞാൻ അദ്ദേഹത്തിന് മരം വെട്ടാനുള്ള ആയുധങ്ങളൊക്കെ പൊതിഞ്ഞ് ഉഷാറാക്കിയിട്ട് അയാൾക്ക് കൊടുത്ത് ഗേറ്റ് വരെ അയാളെ കൂടെ പോകും. നിങ്ങൾ അങ്ങനൊന്നും പോണ്ട, ഓവറാക്കണ്ട, എന്നാലും വേണ്ടില്ല കണ്ടോ. എന്നിട്ടോ അദ്ദേഹം പണി കഴിഞ്ഞ് മരം വെട്ടി തിരിച്ചു വരും ഉച്ചയാകുമ്പോ. അപ്പോഴേക്ക് ഞാൻ എന്റെ മക്കളൊക്കെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആക്കി ഞാനും കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഇത്തിരി സുഗന്ധമൊക്കെ പൂശി റെഡിയായിട്ട് നിൽക്കും. ഭർത്താവ് ജോലി കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് കരുവാളിച്ച് ക്ഷീണിച്ച് കയറി വരുമ്പോ ചൂടുവെള്ളമാണോ തണുപ്പ് വെള്ളമാണോ വേണ്ടത് എന്ന് ചോദിച്ച് ആ വെള്ളമൊക്കെ കൊടുത്ത് കുപ്പായത്തിന്റെ കുടുക്കൊക്കെ അയച്ചെടുത്ത് കുളിപ്പിക്കാൻ പറഞ്ഞു വെച്ച് അയാൾ കുളിച്ചു വരുമ്പോഴേക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും. ഭക്ഷണം വിളമ്പിയിട്ടോ ഈ ഭർത്താവിന്റെ കൂടെ കുറച്ചു നേരം ഈ ഭാര്യ ചെലവഴിക്കും. എന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോ ഇതേപോലെ തന്നെ എന്ത് രസമുണ്ട്, ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇതിനാണ് സ്വർഗം. നമ്മുടെ പെണ്ണുങ്ങളോ ഇത്രയൊന്നും വേണ്ടില്ലേ? ആ വരുമ്പോ ഒന്ന് ചിരിച്ച് നിന്നാ മതി അല്ലേ? മക്കള് സ്കൂൾ വിട്ട് വരുമ്പോ, ഭർത്താവ് വരുമ്പോ, ആളുകൾ വരുമ്പോ ഒന്ന് ചിരിച്ചു നിന്നാ മതി.
ഇത്രയും മാത്രം മതി ഒരു കുടുംബം മനോഹരമാവാൻ. പിന്നെയോ ഞാൻ പറഞ്ഞല്ലോ, ഗുണം പറഞ്ഞ് നിങ്ങൾ ദോഷം പറയൂ. മോളെ ചീത്ത പറയരുത്, മോനെ ചീത്ത പറയരുത്, ഭാര്യയെ ചീത്ത പറയരുത്. അവൾ ചെയ്ത ഗുണങ്ങൾ പറഞ്ഞ് അവളുടെ ദോഷങ്ങളെ നമുക്ക് എടുത്തു പറയാം. ഇനിയോ മയം, ഇത് നമുക്കില്ലാത്തൊരു സാധനമാണ് അല്ലേ? മയത്തിൽ സംസാരിക്കുക. എന്താ മയം? എന്താ മയം? ഒരു മയം ഉണ്ടാവില്ല, ചോദിച്ചാലൊക്കെ അങ്ങനെ അല്ലേ? നമുക്ക് ബാപ്പി മക്കളും കൂടി കാറിൽ ഇങ്ങനെ പോരാൻ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതൊക്കെ മക്കൾ എനിക്ക് പറഞ്ഞിരുന്ന. ബാപ്പി മക്കളും കാറിൽ ഇങ്ങനെ പോരാൻ, മോളുണ്ട്, മോനുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഇനി ബാപ്പി അമ്മയുണ്ട്. ബാപ്പ കാറോട്ട് ഭയങ്കര സീരിയസിലാ. കാറോട്ട് അത്ര സീരിയസ് ഒന്നും വേണ്ട, സീരിയസിലാ. അപ്പോ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടി ഇങ്ങനെ പോവാണ് ബാപ്പ. ബാപ്പ ഇടക്കിടക്ക് ബ്രേക്ക് ഔട്ടുണ്ട്. ബാക്കിലിരുന്ന മോള്, ബാപ്പാന്റെ മോള്, ഡിഗ്രിക്ക് പഠിക്കുന്ന മോള് ബാപ്പയോട് പറഞ്ഞു, ഓ എന്റെ ബാപ്പ നിങ്ങൾ ബ്രേക്ക് പിടിക്കുമ്പോ ഒന്ന് പറയട്ടോ. ഇത്രേ ഉള്ളൂ. ബാപ്പ അങ്ങോട്ട് ചൂടായി, വണ്ടി അങ്ങോട്ട് സൈഡാക്കിയില്ലേ, ഇറങ്ങിക്കളി, ഇവിടെ ഇറങ്ങിക്കോ, കയ്യിലിവിടെ ഇറങ്ങിക്കോ, കുറെ പറഞ്ഞു. എന്നോട് കൃഷ്ണോട് പറയാം. കുട്ടിയെ മുണ്ടാതെ അവിടെ ഇരുന്നു. ഇനി എവിടേക്കാണോ ബാപ്പ പോണത് അവിടെ എത്തുന്നവരെ അവള് മുണ്ടു. ഈ കുട്ടിനോട് പറയാ, സാറ് ഞാൻ ഒരു തമാശ പറഞ്ഞതാ. ഇയാളോ? അപ്പൊ അയാൾ എന്നെ പറയാ, ഞാനും തമാശ അറിഞ്ഞ. അയാളെ തമാശ നമ്മൾ കേട്ടില്ലേ, ക്രൂരമായ തമാശ എന്ന് പറയും അല്ലേ? മക്കളോട് പെരുമാറിയതാ. മയണ്ടോ? ഉമ്മക്കൊരു മയണ്ടോ? ബാപ്പക്കൊരു മയണ്ടോ? നമ്മുടെ വീട്ടിലെ കുട്ടിയൊക്കെ മയണ്ടോ? മിനിയാൻ നിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന കുട്ടി ദേഷ്യം പിടിക്കുന്നു, വാശി പിടിക്കുന്നു, വൃത്തിയുടെ സ്വഭാവം, ഉമ്മന്റെ കംപ്ലൈന്റ്. ഈ കുട്ടി നിന്റെ അടുത്ത് നിന്ന് ചോദിക്കുക, സാറേ നമ്മൾ ആരെ കണ്ടിട്ടാ ഈ സ്വഭാവം പഠിക്കുക? കുട്ടി ചോദിക്കുക. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാരെയും കണ്ടിട്ട് എനിക്ക് വരാൻ പറ്റുമോ? അപ്പം ഇമ്മനെയും കണ്ടിട്ട് പറ്റൂല, ഉറപ്പാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് ഉരുണ്ടു. അല്ലെ നമ്മളിങ്ങനെ സ്കൂള് കൊള്ളാച്ചാൽ ആ കുട്ടി അറിയാം, നിങ്ങൾ അതൊക്കെ വിട്ടി, നമ്മൾ ആരെ കണ്ടിട്ടാ അത് പഠിക്കുക? പിന്നെയോള് എന്നോട് കൗൺസിലിംഗ് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പം വീട്ടിലെ ആൾക്കാരുടെ സ്വഭാവം ആണല്ലോ, ആണ്. അപ്പൊ എന്റെ ഉമ്മന്റെ സ്വഭാവം എന്റെ വയറ്റ് തന്നെയാണ്. പിന്നെ കുഴപ്പം ഉമ്മന്റെ സ്വഭാവത്തിന് ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എന്റെ സ്വഭാവത്തിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുട്ടി വളരെ കൂളായിട്ട് പറയാ, ഉമ്മനെ ഞാൻ വിളിച്ചു വരി, നിങ്ങളുടെ സ്വഭാവം എങ്ങനെ? അല്ലെ എനിക്ക് കുറച്ച് ചൂടുണ്ട്, ഓക്കും കുറച്ച് ചൂടുണ്ട്, അപ്പൊ ബറാബർ. എന്താ കുഴപ്പം? നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളും മക്കളുമായി ഒരു ഭർത്താവിനെ കൂടെ ജീവിക്കണ്ടല്ലോ. ഈ ബാപ്പ കൗൺസിലിംഗ് കൊണ്ടുവന്ന ബാപ്പ ഒരു കൈ ഇങ്ങനെ തലമ്പിൽ ചമിങ്ങ ചൊറിയ, ഇയാൾക്കറിയതെന്താ പ്രശ്നം എന്ന് ചേടപെടാൻ വയ്യ. ഇയാളിങ്ങ ചൊറിയ പെരിഞ്ചൂർച്ചില് പേന വേണ്ട അല്ല, അയാളിങ്ങനെ ചൊറിയ. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഉമ്മനോടും മോളോടും പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തിരിക്കാൻ, ബാപ്പയോട് സംസാരിക്കട്ടെ. ബാപ്പയോടെ ബാപ്പ ചൊറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞു, അല്ല അതിപ്പോ എനിക്കറിയില്ല, ധാരെ കൗൺസിലിംഗ് നടത്തണ്ടേ. അയാളിങ്ങനെ ചൊറിഞ്ഞിട്ട് അറിയാം. ഞാൻ പിന്നെ സാറെ രാവിലെ പോകും, രാത്രി വരുള്ളൂ, വലിയ ഇടങ്ങേറില്ല. ആ മൂപ്പർക്കറിയാം എന്താ ഇടങ്ങേറ്. ആരെടുത്താ കുഴപ്പം? ഒരിത്തിരി മയത്ത് പെരുമാറുന്ന ഒരു ഉമ്മ. എന്ത് രസം ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തൊരു സുഖം ഉണ്ടാവും ആ വീട്ടില് അല്ലേ? ഒരു പെണ്ണ് ചിരിച്ചാൽ വീട് ചിരിച്ചു എന്നാ. ആണുങ്ങൾ അത്ര വെച്ചിട്ട് കാര്യമില്ല, വീട് കുലുങ്ങുള്ളൂ. പെണ്ണ് ചിരിച്ചാൽ വീട് ചിരിച്ചു, മക്കൾക്ക് സന്തോഷം, ഭർത്താവിന് സന്തോഷം. ഈ പെണ്ണൊന്ന് ചിരിച്ചിട്ടാണ് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചില്ല. അത് ചിന്തിക്ക്. അപ്പോ മയത്തിൽ സംസാരിക്കാറുണ്ടോ നമ്മൾ? ഇനിയോ നല്ലത് പറയാനുള്ള ഒരവസരം പാഴാക്കരുത്. വെരി ഗുഡ് എന്ന് കുട്ടിയോട് പറയണം, ഭാര്യയോട് പറയണം, മക്കളോട് പറയണം. ഒരു ദിവസം ഉപ്പ് കൂടി അന്ന് കച്ചറ. ഉപ്പ് കല്യാണം കണ്ട് എത്ര കൊല്ലായി? കുട്ടിയൊക്കെ കണ്ടിട്ടോ, വർഷം മാറി, ഒരു കൊല്ലം കൂടി ഉണ്ടാവും. കുട്ടിയൊക്കെ ഉണ്ട്, എത്ര കൊല്ലായി? എത്ര കറി അവള് വെച്ചു. ഈ കറി ഏതെങ്കിലും ഒന്ന് നന്നാവുമ്പോ എടി ഭാര്യ ഇവിടെ വാ, എന്താടി കറി, ടോപ്പ് കറിയാട്ടോ പറയണ്ടോ? പിന്നെ ഇങ്ങക്ക് എന്താ അവകാശം ഉപ്പ് കൂടിയാ പറയാനുള്ളത്? നല്ലത് പറയില്ല. ഭാര്യ പറയോ? ഇല്ല, നല്ലത് പറയില്ല. നിങ്ങൾ ഇവിടെ പൊരയുണ്ടായിട്ട് എനിക്ക് എന്തോരം ഇഷ്ടമായി എന്നറിയോ? മൂപ്പര് പിറ്റേന്നും പൊരയുണ്ടാവും, അത് പറയില്ല, കുറ്റം മാത്രമേ പറയുള്ളൂ. മക്കളോട് പറയല്ലോ നല്ലത്. ഞാൻ ചോദിക്കട്ടെ, പ്രോഗ്രസ് കാർഡ് കയ്യിൽ കിട്ടി. പ്രോഗ്രസ് കാർഡ് കയ്യിൽ കിട്ടിയപ്പോ കുട്ടിന്റെ മാർക്ക് വായിച്ചു നോക്കി. ഇംഗ്ലീഷ് 49, സയൻസ് 46, മലയാളം 44,
കണക്ക് 42, ഹിന്ദി 15. ഇത്രയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ അപ്പമാരെ, നിങ്ങൾ ആദ്യം ഏതാ കാണുക? വരച്ചെങ്കിട്ട് നിങ്ങളങ്ങനെ വലിയ വാപ്പാരന്മാരായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് വരച്ചേ. ആദ്യം നിങ്ങൾ ഏതാ കാണുക? 15. അതേ കാണുള്ളൂ അല്ലേ? ആദ്യം ഏതിനാ കൊടുക്കുക പണി? 15 പോത്തെ. എന്തിനാ ഈ ഒന്ന് പോണ്? ഈ കുട്ടി തലിന്താ തിക്കുണ്ടാവും അല്ലേ? ഞാൻ എന്റെ ബാപ്പ വേറെ ഒന്നും കണ്ടില്ലല്ലോ. കണ്ടോ? നിങ്ങൾ ആദ്യം 49 കാണുക പ്രിയപ്പെട്ടവരെ. അതല്ലേ നല്ലത് പറയാനുള്ള അവസരം. എന്നിട്ട് കുട്ടീനൊന്നും അടുപ്പിച്ച് പിടിച്ച് പറ, എന്റെ മോന് 49 ഇംഗ്ലീഷിൽ. എന്റെ അമ്മ ഒരു മാർക്ക് കൂടി കിട്ടിയ ഫുൾ മാർക്ക്. 48 സയൻസിൽ. അമ്പം പോ, ഈ ആള് ചെറങ്ങടാ. കുട്ടി ഇങ്ങനെ 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 കിടന്നിട്ടുണ്ടല്ലോ, അഭിമാനം കൊണ്ട് നിൽക്കുമ്പോഴാണ് ഹിന്ദി 15. ഹിന്ദിക്ക് നമ്മൾ പോയല്ലോടാ. ആരാ പോയത്? കുട്ടിയാ? ഞമ്മള് ബാപ്പക്ക് ഒരു അക്ഷരം ഹിന്ദി അറിയില്ല. ഒരു ഹിന്ദിക്കാരൻ മണിക്കെന്നാ കിടന്ന് ബബ്ബ അടിക്കുക. മേ വരുമ്പോ ഹൂം ആണോ ഹേം ആണോ ഹോ ആണോ വരാതെ കളിക്കുക ബാപ്പ. അപ്പോഴാണ് കുട്ടി ഹിന്ദിയിൽ ബാപ്പ പറയാ, ഹിന്ദിയിൽ നമ്മള് മോശമായല്ലോടാ. അപ്പൊ ഉമ്മയും പറഞ്ഞു, ഹിന്ദിയിൽ നമ്മൾ കുറവാണല്ലോ. ഞമ്മളാ ഇത് പ്രശ്നം ഉണ്ടാവുമ്പോ കുട്ടി ഒറ്റക്ക് ഈയായി എന്റെ പാടായി, അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങിയില്ലെങ്കിൽ എന്റെ താലി സ്വഭാവം ഇയാതി. ഇതിലപ്പുറത്ത് എന്ത് സ്വഭാവമാണ് അറിയാനുള്ളത്? ചിന്തിക്ക്. ഇതാ അപ്രോച്ച്. ഈ കുട്ടീനെ അടുപ്പിച്ച് നിർത്തി ബാപ്പ പറയാണ്, ബാപ്പുണ്ട് കൂടെ. ഐ ആം വിത്ത് യു മൈ ചൈൽഡ്, യു ആർ നോട്ട് അലോൺ. അത് സൈക്കോളജിയാ. പോട്ടെ, ഞാൻ ഇതുവരെ ഇസ്ലാം പറഞ്ഞത് സൈക്കോളജിക്ക് കിടക്കില്ല. കണ്ടോ? ഐ ആം വിത്ത് യു മൈ ചൈൽഡ്. ഞാൻ ഉണ്ടടാ എന്റെ കൂടെ, ഞാനുണ്ട്, ബാപ്പുണ്ട്. അതാ ലുക്മാൻ പറഞ്ഞത്. നിങ്ങൾ വായിച്ചു നോക്ക്. ബാപ്പുണ്ട് കൂടെ. യു ആർ നോട്ട് അലോൺ. ഈ ഒറ്റക്കല്ല. അപ്പോഴോ ഈ കുട്ടി എന്ത് മനോഹരമായ അവസ്ഥയിലെത്തും. നിങ്ങൾ ആലോചിച്ചൊക്കെ. പിറ്റേന്ന് ഇന്തിരിച്ചുള്ള ഒരു കുട്ടി പറയും, ടീച്ചറെ മര്യാദയ്ക്ക് പഠിപ്പിച്ചോ. നിങ്ങൾ പിന്നെ കുറെ ദിവസമായി മറ്റേ മനുഷ്യന് പഠിക്കാൻ കഴിക്കണ്ട. കുട്ടിക്ക് എന്നെ തോന്നുകയാണ്, നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടാതെ നമ്മുടെ മക്കൾ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ അറിയണം. മക്കളെന്റെ വിഷയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകാത്തത്. ബോധ്യം വരാതെ മക്കളൊന്നും ചെയ്യില്ല. അവന് ബോധ്യപ്പെടണം ഇത് പഠിക്കണമെന്ന്, അവക്ക് ബോധ്യപ്പെടണം ഈ ഡ്രസ്സ് ധരിക്കണമെന്ന്. എങ്കിലേ നമ്മുടെ മക്കൾ ധരിക്കൂ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ നിങ്ങളിത് ധരിക്കല്. ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണ ഒരു മനുഷ്യൻ പിന്നെ ഹെൽമെറ്റ് അയക്കൂല. കാരണം എന്താ? അയാൾ ബൈക്കിന്റെ മുകളിൽ നിന്ന് വീണപ്പോ അയാളുടെ തല നിലത്ത് വെച്ചടിച്ചപ്പോ രക്ഷിച്ചത് ഹെൽമെറ്റാണ്. അയാൾക്ക് ബോധ്യപ്പെട്ടു ഈ ഹെൽമെറ്റ് തല രക്ഷിക്കുമെന്ന്. ഇനി അയാൾ ഹെൽമെറ്റ് തെറ്റിച്ചേ പോകുള്ളൂ. മറ്റവരൊക്കെ എന്താ ഇങ്ങനെ പോണ്? അവർക്ക് ഇതുവരെ ബോധ്യപ്പെട്ടില്ല. ബോധ്യപ്പെടാനുള്ള എളുപ്പ പണി എന്താ? ഈ പോലീസ് കയ്യാട്ടം നിൽക്കാൻ നല്ല എന്താ? ഒരു കയറ് കെട്ടി വീഴ്ത്തിയാൽ മതി, ഒന്നുകൊണ്ട് വീഴ്ത്തിയാൽ മതി. ഇപ്പോൾ മക്കൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ? അടുക്കളക്കൊക്കെ കുട്ടികൾ വരുമ്പോൾ മോനെ തൊടലെ പൊള്ളും, മാറിക്ക് പൊള്ളും. കുട്ടി ആയിരിക്കും കുട്ടിക്ക് ശരിക്കും പൊള്ളി ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് പൊള്ളും. നമ്മളെ മക്കൾക്കൊക്കെ പൊള്ളി ഉണ്ടാവും. എന്റെ മോൻ പോയി കണ്ട് പാത്രത്തിൽ കണ്ട് കൈയിട്ടാ ഇവിടെ ഉണ്ട് പൊള്ളി. കണ്ടോ? അതിനുശേഷം അടുക്കളയ്ക്ക് വരുമ്പം ഭാര്യ പറഞ്ഞാൽ മതി, മോനെ അടുക്കള പൊള്ളൂല്ലേ അമ്മ? അതിനെ എനിക്ക് മനസ്സിലായി. ഇതാണ് പൊള്ളൽ. മോനെ ഷോക്കടിക്കും, കുത്തല്ലേ ചെയ്യല്ലേ, ഷോക്കടിക്കും. ഒരു ദിവസം അവനോട് ഷോക്കടിക്കും ചെറുങ്ങനെ. പിന്നെ ഇങ്ങോട്ട് പറഞ്ഞുതരും, പാപ്പാ ഷോക്കടിക്കും. ഓന് ബോധ്യപ്പെടാത്ത ഒന്നും മക്കള് ചെയ്യില്ല. മക്കളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ മക്കളോട് നല്ലത് പറഞ്ഞ് ചീത്ത പറയണം. ഭർത്താവിനോടും ഭാര്യയോടും ഉമ്മയോടും ബാപ്പയോടും ഒക്കെ ഈ അപ്രോച്ചാ വേണ്ടത്. എന്റെ പ്രിയപ്പെട്ട വൃദ്ധരായിട്ടുള്ള ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവര് ചിന്തിക്കണം, നിങ്ങളെ നോക്കണ മക്കളുണ്ടാവും, മരുകളുണ്ടാവും. നല്ലത് ചെയ്യുമ്പോ പറയണം, മോളെ എനിക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കാം, മൂക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കും. അത് മാത്രം മതി അവക്ക്. നിങ്ങൾ ആ കുറ്റെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, ഓളല്ലെങ്കിലും അങ്ങനെ കെട്ടിക്കൊണ്ട് അന്ന് മുതൽ ഇങ്ങനെ പറയരുത്. നിങ്ങൾ ചെയ്തതിലെ ഗുണങ്ങളെ കാണ്. അത് കണ്ട് ഒരു ആളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് വീണ്ടും വീണ്ടും നന്നാക്കാൻ നോക്കും. ഞാൻ ഒരു നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ. ഒരു പെണ്ണ് കറി വെച്ചപ്പോ ഭർത്താവ് പറയാണ്, എന്ത് രസാണ് നിന്റെ കറി. വാ, മഞ്ചേരി ഹോട്ടലിൽ കിട്ടൂല അങ്ങനത്തെ കറി, തന്നെ കിട്ടി എന്റെ ഭാഗ്യ. പിറ്റേ ദിവസം ഈ പെണ്ണ് കറി വെക്കും. എത്ര ശ്രദ്ധിക്കും ഞാൻ ആലോചിച്ചൊക്കെ. പിറ്റേന്ന് കറി വെക്കുമ്പോൾ ഓളെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും അറിയോ? ഇന്നലെ മൂപ്പര് ഓള് കേട്ട ആ ഒരു അഭിനന്ദനാണ്. ഇന്നലെ മൂപ്പര് പറഞ്ഞത്. ഓള് പിന്നെയും ടേസ്റ്റ് നോക്കും. കരിയേപ്പിന്റെ ഒരു കഷ്ണം കൂടി ഇട്ട് വെക്കും.
ആയിനോ ഈ പെണ്ണിന്റെ കറി പിറ്റേന്ന് അതിലും ടേസ്റ്റ് ഉണ്ടാവും. എന്നാ ഓളൊരു കറി വെച്ച് തൊള്ള കേൾക്കാൻ പറ്റില്ല. ഭർത്താവ് വന്നാണ്ട് കറിയുടെ കൂട്ടിൽ ഒറ്റ തുപ്പ. എന്ത് കറിയാണ് ഇത്? അപ്പം ഭാര്യ പറഞ്ഞു, ഇത് മീൻകറിയാ. മീൻകറിയോ? മേലാൽ ഈ പൊരയിൽ മീൻകറി വെച്ചാ അവന്റെ മുട്ടുന്നോലും ഉണ്ടാവില്ല. അയാളത് പോയി. പിറ്റേന്ന് അവള് മീൻകറി വെക്കുമ്പോൾ കൈ വിറയ്ക്കൂലേ? പറച്ചലെ കൂടുവോ കുറയോ പ്രശ്നമാവോ വേവോ? ഓളെ കൈ കിടന്ന് വിറയ്ക്കും. കാരണം എന്താ? മൂപ്പര് അതാ പറഞ്ഞ മുട്ടുംകാല് തല്ലിയൊടിക്കുന്നു അല്ലേ? ആ കറി ഒരു കാലത്തും ആ പെണ്ണിന്റെ കറി നന്നാവില്ല. ഒരു കാലത്തും നമ്മുടെ മക്കളും നന്നാവില്ല. അതെന്താ? നമ്മുടെ അപ്രോച്ച് ഇങ്ങനെയാണെങ്കിൽ. അല്ലെങ്കിലോ ആ സാധനമൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ കൊടുത്തു നോക്ക്. നമ്മുടെ മോള് അടുക്കളയിൽ കയറിയിട്ട് ഒന്ന് തൊട്ടണമെങ്കിൽ ആ തൊട്ട ഭക്ഷണം തിന്നുമ്പോൾ നിങ്ങളെ ഭർത്താവിന്റെ ചെവി പോയിട്ട് നിങ്ങൾ പറഞ്ഞെടുക്കണം, പ്രിയപ്പെട്ട ഉമ്മമാരെ നോക്ക്, നിങ്ങൾ കുറ്റം പറയരുതട്ടോ. മോളാണ് ആ പയറുപ്പേരി ഇളക്കിയത്, നിങ്ങൾ കുറ്റം പറയല്ലേ. ടേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തിന്നാൽ മതി, നിങ്ങൾ കുറ്റം പറയരുത്. പാപ്പനോട് പറഞ്ഞു കൊടുക്കണം, നല്ലതേ പറയാവൂ. പാപ്പ പയറുപ്പേരി കഴിച്ചിട്ട് പറയണേ, ഇന്ന് എന്താണ് ഈ പയറുപ്പേരിക്കൊരു ടേസ്റ്റ്, ഭയങ്കര രസമുണ്ടല്ലോ, നീ അല്ലല്ലോ വെച്ചത്, ഇന്ന് മോളാ വെച്ച് തന്നെ. മോളൊരു കൈപ്പുണ്യം. പിറ്റേന്ന് ഓള് വന്നാണ്ട് ഉമ്മനെ മാറ്റിയത് നിർത്തും. മാറുന്നത് ഞാനേറ്റ്. നമ്മളെ കുട്ടി അടുക്കളയിൽ വന്നോ, കംപ്ലൈന്റ് തീർന്നോ? എന്ത് രസമുണ്ട് ഇതാകെ കൂടി. എന്താപ്പം നമ്മുടെ വീട് നല്ല മാർബിളും ടൈൽസും പതുപതുത്ത മെത്തയും എസിയും ഫാനും ഒക്കെ ഉണ്ടെന്നല്ലാതെ എന്ത് സമാധാനം നമ്മുടെ വീട്ടിലുള്ളത്, എന്ത് സുഖം നമ്മുടെ വീട്ടിലുള്ളത്, എന്തൊരു സന്തോഷം നമ്മുടെ വീട്ടിലുള്ളത്. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീടിന്റെ അവസ്ഥകളെ നമ്മുടെ സ്വഭാവം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റിമറിക്കാൻ കഴിയണം. ഞാൻ ഇനി നീട്ടുന്നില്ല, എനിക്കും വീട്ടിൽ പോകണം. നാട്ടുകാരുടെ കുടുംബം നന്നാക്കി അവസാനം എന്റെ കുടുംബം നാശാവുമല്ലോ. അപ്പൊ ഞാനൊന്ന് വേഗം വീട്ടിൽ പോകണം. 9:10 എത്തൂലേ നിന്റെ പെണ്ണുങ്ങൾ ചോദിച്ചിന്. ഇതൊക്കെ ഞോള് കേൾക്കും. അവസാനം നിങ്ങൾ എന്നെ പറഞ്ഞാണ്, നിങ്ങൾ എന്നെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങി കേട്ടോ. ഇനിയിപ്പോ ഞാൻ കുടുങ്ങി. അപ്പോ ദേഷ്യം പിടിക്കരുത്, ഞാൻ ചുരുക്കൽ ചാടിക്കടിക്കരുത്. ഇതാണ് കുടുംബത്തിന്റെ അവസ്ഥ. പിന്നെയോ ഇനി അടുത്തത് നോക്കി, നിങ്ങൾ ക്ഷമയോടൊന്ന് കേൾക്കണം. ഒന്ന് കേക്ക്. ഒരാൾ പറയുമ്പോ അടുത്താൾ കേക്ക്. അതാ കൗൺസിലിംഗ്. എന്റെ പണി അതാ. കണ്ടോ? ആൾക്കാരിങ്ങനെ വന്ന് പറയാ, ഞാൻ ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് പിന്നെ ഞാൻ പറയാം, ഓല് കേൾക്കുക. ഇതന്നെ ചിലപ്പോ 1 മണിക്കൂറൊക്കെ പറയും, ഒക്കെ കേൾക്കന്നെ. എന്തോ ഒരു കേക്കല്ലെന്നറിയും. കണ്ടോ? അപ്പൊ ഒന്ന് കേക്ക്. മക്കളെങ്ങൾ ഒരിക്കലും കൗൺസിലിങ്ങിന് കൊണ്ടുവരരുത്. കണ്ടോ? കൗൺസിലിങ്ങിന് കൊണ്ടുവന്നോ നിങ്ങളെ മക്കൾ വിചാരിക്കും എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങളെ ഭാഷ പറഞ്ഞാൽ പിരാന്താണ്. കണ്ടില്ലേ? മക്കൾ വിചാരിക്കാതാ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്. മക്കളെ കൗൺസിലിംഗ് നടത്തുന്നത് ബാപ്പയാണ്, ഉമ്മയാണ്. അതും കടന്നു കിട്ടാത്തത് കൗൺസിലിങ്ങിന് കൊണ്ടുവരാവും. പനഞ്ഞ കൗൺസിലിംഗാ. കുട്ടിയൊന്ന് ഇവിടെ വാടാ വരൂല, പിടിച്ച് പിറ്റേന്ന് സാറേ നിങ്ങൾ ഇവിടെ ഉണ്ടാവുക, എന്താ കൗൺസിലിംഗ്? ഓൻ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ്. ഇതിനെന്തിനാ നിങ്ങളെന്തിനാ പിന്നെ? അവൻ പാപ്പയാണ് കുട്ടിയെ കൗൺസിലിംഗ് നടത്തേണ്ടത്, ഉമ്മയാണ് കൗൺസിലിംഗ് നടത്തേണ്ടത്. ഖുർആൻ വരച്ച് കാണിക്കുന്ന കൗൺസിലിംഗ് ആണ് ലുക്മാൻ എന്ന അധ്യായം. ഉണ്ടോ? നിങ്ങൾക്ക് കൗൺസിലിംഗ് പഠിക്കണോ? ലുക്മാൻ വായിച്ചു നോക്ക്. ലുക്മാനിൽ കാണാം പാപ്പ കൗൺസിലിംഗ് നടത്തണേ. നിങ്ങളോ ചിന്തിക്കണം. അപ്പോഴോ ക്ഷമയോടെ കേൾക്കണം പ്രിയപ്പെട്ട ബാപ്പമാരെ, ക്ഷമയോടെ കേൾക്കണം ഭാര്യമാരെ, ക്ഷമയോടെ കേൾക്കണം ഉമ്മമാരെ. മക്കളും ഇങ്ങനെയാവണം. ഇനി നിങ്ങൾ നോക്ക്, വികാരത്തിൽ തീരുമാനമെടുക്കരുത്, ദേഷ്യത്തിൽ തീരുമാനമെടുക്കരുത്. നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോ ദേഷ്യം പിടിക്കുന്നതിന്റെ ട്രീറ്റ്മെന്റ് എന്ത് എന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്ന ഒരു മെത്തേഡ് മെഡിറ്റേഷൻ. ദേഷ്യം എന്നൊരാൾക്ക് സൈക്കോളജി പറഞ്ഞു കൊടുക്കുന്ന മെത്തേഡാ. ഞാനും പറഞ്ഞു കൊടുക്കലുണ്ട്, മെഡിറ്റേഷൻ നടത്തിയാൽ മതി എന്ന് അമുസ്ലിങ്ങളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ മുസ്ലിമിന് മെഡിറ്റേഷന്റെ ആവശ്യമില്ല. മുസ്ലിമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ദേഷ്യമാണോ വന്നത്, നീ തീരുമാനം എടുക്കല്ലേ, നീ പോയിട്ട് ഒന്നെടുത്താ പിശാചി പൈതി പോയി. 2 റക്അത്ത് നിസ്കരിക്ക്, കഴിഞ്ഞില്ലേ? ഇനി തീരുമാനിച്ച ഇതാണെങ്കിൽ തീരുമാനമായി. പോരേലും ഞാൻ ഇനി നിൽക്കൂല, ഇനി കിട്ടൂല, ക്ലിങ് കഴിഞ്ഞ് അർത്ഥം. എടുക്കല്ലേ. നിങ്ങൾ ദേഷ്യത്തിലാണോ, സങ്കടത്തിലാണോ? ഇസ്ലാമിന്റെ രീതി അതല്ല. പൊയ്ക്കോ, ഒന്നുമെടുത്തോ, സുന്ദരമായിട്ട് ഒന്നുമെടുത്തോ, 2 റക്അത്ത് റബ്ബിന്റെ മുമ്പിൽ നിന്നോ, എന്നിട്ട് നിങ്ങൾ തീരുമാനിച്ചോ ആ നിസ്കാരപ്പടത്തുനിന്ന് ഞാൻ പോരേന്ന് ഇറങ്ങണോ, ഉമ്മ പറഞ്ഞത് അങ്ങനെയാണോ, ഞാൻ ഇങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ, ശരിയാണോ? അപ്പോഴേക്ക് നിങ്ങൾ തണുക്കും. ഇസ്ലാമിന്റെ മഹത്തരമായ സൈക്കോളജി ഇതാണ് മെഡിറ്റേഷൻ. എന്ത് രസമുണ്ട് നോക്ക്.
ഇതൊക്കെ കടന്ന നമ്മളെ സമുദായം കൗൺസിലിങ്ങിന് വേണ്ടി നട്ടോട്ടമോടുന്നത് നിങ്ങൾ ആലോചിക്കണം. ഇനിയോ അപ്പൊ അടുത്ത നോക്കി നിങ്ങൾ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറണം. സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ. നോക്ക്, ഒരു ഉമ്മ മോളെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുക? ബാപ്പ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വസിക്കും. കാരണം ബാപ്പാക്ക് പ്രസവവേദന എന്തെന്നറിയില്ല, പ്രസവിക്കുന്നതിന് മുമ്പ് ഗർഭാവസ്ഥ എന്തെന്നറിയില്ല. ഉമ്മയും മകളും തമ്മിൽ ബന്ധമുണ്ടാകുന്നത് തന്റെ മകളായി പോയത് കൊണ്ട് മാത്രമല്ല. നിങ്ങൾ ഓർക്കണം, 3 മാസം പ്രായമുള്ള എന്റെ 3ാമത്തെ മകന് 3 മാസം പ്രായം അല്ലേ. ഞാൻ വീട്ടിലേക്ക് കയറി വരാൻ 9, 10, 8, 9, 10, 11 ഒക്കെ ആവും. എന്റെ മോൻ ആ സമയത്ത് എന്നോട് ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷ. ചെറിയ മോൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഉമ്മയും മോളും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ആ ഉമ്മ പെറ്റു എന്നത് മാത്രമല്ല, വളർത്തിക്കൊണ്ടുവരുമ്പം രൂപപ്പെടുന്ന സൗഹൃദമുണ്ടല്ലോ, ആ സൗഹൃദമാണ് ഉമ്മയും മോളും തമ്മിലുള്ള ബന്ധം. മക്കൾ മനസ്സിലാക്കണം. അല്ലാതെ ഉമ്മക്ക് പെറ്റോട് മാത്രമൊന്നല്ല, ആ ഒരു ഇഷ്ടം. എത്ര കാലമായി അടുത്തു നിൽക്കുന്നു, തന്റെ അമ്മിഞ്ഞപ്പാൽ ഊറ്റിക്കുടിച്ചവൾ, തന്റെ അടുത്തു നിന്നവൾ, തന്റെ മാറിലൊട്ടിക്കിടന്നവൾ, അവളുടെ തുപ്പല് മേലിൽ കൂടി ഒലിച്ചിട്ടുണ്ടാവും. ഉമ്മ അതിനെ വിളിച്ച പേരെന്താ? അവളെ വായിന്ന് തേനൊലിക്കുന്നു എന്നാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അത്രയും പ്രിയപ്പെട്ട ഉമ്മമാർ മക്കളെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ കുട്ടി കൗൺസിലിങ്ങിന് വന്ന് പറയാണ് ഉമ്മക്ക് ഇന്ന ഇഷ്ടമല്ല. എന്താ പറയാൻ കാരണം? ഉമ്മയുടെ പെരുമാറ്റത്തിൽ നിന്ന് ഈ കുട്ടി സ്നേഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞില്ല. എപ്പോഴും കച്ചറിയും ചീത്തർച്ചിലും പ്രശ്നം ഉണ്ടാക്കില്ല. എങ്ങനെ കുട്ടി മനസ്സിലാക്കുക ഈ ഉമ്മക്ക് സ്നേഹമുണ്ടെന്ന്? അപ്പോഴോ എന്റെ മക്കളോട്, എന്റെ ഭർത്താവിനോട്, എന്റെ മോനോട്, എന്റെ മരുമകളോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് അവക്ക് തോന്നുന്ന വിധത്തിൽ നമ്മൾ പെരുമാറണം. അപ്പൊ നമ്മുടെ സ്വഭാവം മാറി. കണ്ടോ? ഇനി നിങ്ങൾ നോക്ക്, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. എന്റെ മുന്നിലിരിക്കുന്ന ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ചിന്തിച്ചോ, നമ്മുടെ സാന്നിധ്യം വീട്ടുകാർക്ക് സന്തോഷമുണ്ടാക്കണം. കഴിഞ്ഞു. നമ്മളത് വരുമ്പോഴേ മറ്റത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ബാപ്പ വരുന്നുണ്ട്, പടച്ചോനെ മക്കള് ഇന്നെന്താ മൂപ്പര് നേരത്തെ അല്ലേ? ഉമ്മ പറയാ വരുന്ന മക്കളെ അള്ളോന്റെ അമ്മ. നമ്മളെ സാന്നിധ്യം എന്ത് സന്തോഷ പ്രിയപ്പെട്ടത് വീട്ടിലുണ്ടാക്കി. എന്തോ ബാപ്പ വരുന്നുണ്ട്, വാ മക്കൾ ഓടി വരണം. ഭാര്യയ്ക്ക് സന്തോഷം തോന്നണം, നിങ്ങളെ ബാപ്പക്കും ഉമ്മക്കും രസം തോന്നണം അല്ലേ? ഇനിയോ നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങളുടെ അസാന്നിധ്യം വീട്ടുകാർക്ക് ദുഃഖമുണ്ടാക്കണം. ഒരു മനുഷ്യന്, ഞാൻ എന്നും കാണുന്ന ഒരു മനുഷ്യനാ, അത്രക്ക് ബന്ധമൊന്നുമില്ല, എന്നും കാണും. ഒരു ദിവസം കണ്ടപ്പോ മൂപ്പര് ഭയങ്കര സന്തോഷത്തിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നെന്താ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം? അയാള് പറയാ, എന്റെ ഭാര്യനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടേ. ഒന്ന് ആലോചിച്ചു, എന്റെ ഭാര്യനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടേ. അതിനയാൾക്ക് ഇത്ര സന്തോഷം. എന്താ? കുറച്ച് കാലം സ്വൈര്യത്തിൽ ജീവിക്കുക, ഇമ്മ നോക്കിക്കോളോളം അമ്മ രക്ഷപ്പെട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്ത് ബന്ധ ഈ ഭാര്യയും ഭർത്താവും ഉണ്ടാവുക. എന്നാലോ മിക്ക ഭാര്യമാരും കംപ്ലൈന്റ് എന്താ അറിയോ? ചില ഭാര്യന്റെ കംപ്ലൈന്റ് എന്താണെന്നറിയോ? ഭാര്യമാര് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോയാൽ പിന്നെ ഭർത്താക്കന്മാര് കൂട്ടാൻ പോകില്ല. എന്നിട്ട് പിന്നെ കച്ചറേ, എന്തെങ്കിലും ഇന്ന് വേണ്ടല്ലോ, നിങ്ങൾ കൂട്ടാൻ വന്നില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല ഉണ്ടാകേണ്ടത്. 2 ദിവസത്തിന് നിങ്ങൾ നിൽക്കാൻ പോയാല് 1 ദിവസം കഴിയുമ്പോഴേക്ക് ഭർത്താവ് വന്നിട്ട് തല ചൊറിയണം. എടി മതി മതി എന്ത് 2 ദിവസത്തിന് അത് ശരിയാവില്ല. അതാ സ്നേഹം. നിങ്ങൾ നിൽക്കണോർത്ത് വരണം. ഒരു പെണ്ണ് വന്ന് എന്റെ അടുത്ത് കംപ്ലൈന്റ് പറയാണ്, ഒരു ഭാര്യ വന്ന് കംപ്ലൈന്റ് പറയാണ്, സാറേ 12 മണി വരെ ടി വി കണ്ടിരിക്കും അയാൾ. ഭർത്താവിനെ കുറിച്ചാ. 12 മണി വരെ ടി വി കണ്ടിരിക്കും അയാൾ, എന്നിട്ടോ വരൂല. ഞാൻ കിടന്നുറങ്ങിയിട്ടേ മൂപ്പര് വരുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ആരതാ കുഴപ്പം? ഭാര്യ കുളിച്ച് സുന്ദരിയായി ബെഡ്റൂമിൽ ഇരുന്നിട്ട് ഒരു ആണൊരുത്തൻ അങ്ങോട്ട് പോണില്ലെങ്കിൽ ഓളെ സ്വഭാവം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിക്കും. അവളുടെ സാന്നിധ്യം അയാൾക്ക് സന്തോഷമുണ്ടാക്കിയോ?
നമ്മളെ മക്കളെങ്ങനെയാ ബാപ്പന്റെയും ഉമ്മന്റെയും സാന്നിധ്യം ഉണ്ടാക്കിയോ? നിങ്ങൾ ആൺകുടിനോട് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കുന്നതാ, എന്റെ കോളേജിലെ MEdക്കാരും BEdക്കാരും ഒക്കെ പഠിക്കുന്ന പഠനത്തിന്റെ ഭാഗമായി വിവിധ കുട്ടികളോട് സംസാരിച്ച് ചൂളെടുത്ത് ചോദിക്കുന്ന, വീട്ടിലിരിക്കാനാണോ പുറത്തേക്കാനാണോ ഇഷ്ടം? കുട്ടികൾ എന്താ എഴുതിരിക? പുറത്തേക്ക്. വീട്ടിൽ ഇഷ്ടമല്ല. എന്താ? നമ്മുടെ സാന്നിധ്യം കുട്ടിക്ക് സന്തോഷമുണ്ടാകുന്നില്ല. അപ്പോ നമ്മളുടെ സാന്നിധ്യം, ബാപ്പ വരുമ്പോ, ഉമ്മ ഉണ്ടാകുമ്പോ, മക്കളും ബാപ്പയും ഉമ്മയും ഒരുമിച്ചിരിക്കുമ്പോ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിലുണ്ടോ എങ്കിൽ നമ്മുടെ കുടുംബം മനോഹരമായ കുടുംബമായി എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഏറ്റവും സുന്ദരമായ കുടുംബമായി നമ്മുടെ കുടുംബം മാറണം. നമ്മുടെ മനഃശാസ്ത്രം തേടി നിങ്ങൾ ഒരു മനഃശാസ്ത്രത്തിന്റെ പുസ്തകത്തിലേക്കും പോകണ്ട. നമ്മുടെ ജീവിതത്തിന്റെ രീതികൾ നമ്മൾ മാറ്റണം. വിശ്വസിക്കുന്ന ഇസ്ലാമികമായ ആശയങ്ങളിൽ വിശ്വസിക്കുകയും 5 നേരം നിസ്കരിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥകള് ഏറ്റവും നല്ല അവസ്ഥയാക്കി മാറ്റാൻ കഴിയണം. ഈ 2016 വർഷത്തെ നിങ്ങളുടെ ഈ ക്ലാസിന്റെ വാർഷികം ഇനിയും ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ 8 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാവണം. ഇന്ന് എന്റെ സംസാരവും നിങ്ങളുടെ ബന്ധങ്ങളിലും കുടുംബ അവസ്ഥകളിലും മാറ്റമുണ്ടാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ക്ലാസ് മഞ്ചേരി സഭാളിൽ സംഘടിപ്പിച്ച ഈ ക്ലാസും ഇതിന്റെ കൂട്ടായ്മയും 7 വർഷം കഴിഞ്ഞു എന്നറിയുന്നു. വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം ക്ലാസുകൾ മുടങ്ങാതെ മുന്നോട്ട് പോകാനും ഒരുപാട് അറിവ് നേടി ഏറ്റവും മികച്ച ആളുകളായി മാറാനുമുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കും ഇതിൽ പങ്കെടുത്തവർക്കും സംസാരിച്ച എനിക്കും കേട്ടവർക്കുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ സുഖവും സമാധാനവും സന്തോഷം കിട്ടുന്ന ഒരു ഗൃഹാവസ്ഥ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയത്തിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.